മാസ്റ്റേഴ്സ്. ഇന്നത്തെ കോമഡി മാസ്റ്റേഴ്സ് ഒരു സ്പെഷ്യൽ എപ്പിസോഡുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഇത് നമ്മുടെ സ്വന്തം സുശീലൻ ചേട്ടൻ ഒരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ട്. ചേട്ടന്റെ കുഞ്ഞിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ ആ ബർത്ത്ഡേ നമ്മൾ ഈ വേദിയിൽ ഗംഭീരമായിട്ട് ആഘോഷിക്കാണ്. കുഞ്ഞുമോൻ അല്ലെ, കുഞ്ഞുമോന്റെ അഞ്ചാമത്തെ പിറന്നാളാണ്. കുഞ്ഞുമോന്റെ അഞ്ചാമത്തെ ബർത്ത്ഡേ നമ്മൾ ഈ വേദിയിൽ ആഘോഷിക്കാൻ പോവുകയാണ്. നല്ല കാര്യമാണ്. ഹാപ്പി ബർത്ത്ഡേ കുഞ്ഞുമോൻ. നമ്മുടെ ഓരോ പരിപാടി ഇങ്ങനെ ജനകീയമാകുന്നതിന്റെ ഭാഗമായിട്ട് ചിലർ ഇവിടെ ഫ്ലോറിൽ വരണം എന്ന് ആഗ്രഹിക്കും, ചിലർ അങ്ങനെ പറഞ്ഞ് നമ്മളെ പോകണം എന്ന് ആഗ്രഹിക്കും. എനിവേ കുഞ്ഞുമോൻ ഹാപ്പി ബർത്ത്ഡേ. കേക്ക് നിങ്ങൾ തന്നെ മുറിക്കണം. എനിക്ക് എന്തെന്നില്ലാത്ത ഇല്ലാത്ത എല്ലാം ഉണ്ടല്ലോ. ആ കേക്കുണ്ട്. അപ്പൊ അതൊന്നും മുറിച്ചേക്കണേ. ഇപ്പൊ മുറിക്കണോ അതോ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തതിനു ശേഷം ബാക്കി പരിപാടി കാര്യങ്ങളിലേക്ക് പോകാം. അപ്പൊ എന്തായാലും ഹാപ്പി ബർത്ത്ഡേ കുഞ്ഞുമോൻ. മുറിക്കുന്നതിന് ഒരു കാര്യം ചോദിച്ചോട്ടെ, കേക്ക് മുറിക്കുമല്ലേ, ഈ അത്ര ആഗ്രഹമായിട്ട് വന്ന സ്ഥിതിക്ക് ആ കുട്ടി ഉണ്ടെങ്കിൽ അതിനെയും കൂടെ വിളിച്ചാൽ അതൊരു നല്ല കാര്യമായിരിക്കും. കുഞ്ഞുമോനെയും കൂടെ വിളി. കുഞ്ഞുമോനെയും കൂടെ ഒന്ന് വിളിച്ചിട്ട് ഒരു മിനിറ്റ് ഞാനും കൂടെ ഒന്ന് വരാം. ഒന്ന് വിളിച്ചാലേ കുഞ്ഞു നല്ലതായിരിക്കും. കാരണം അവരുടെ ഒരു ആഗ്രഹം റിസ്ക് ആണത്. അല്ലല്ല, ഞാനൊരു കാര്യം പറയട്ടെ, കൊച്ചിനെ കൂടെ നമുക്ക് വിളിച്ചിട്ട് അങ്ങനെ അത് ശരിയാട്ടോ. ഞാനത് ഓർത്തില്ല. എന്നെ മന്ദബുദ്ധി ഒരു കാര്യം കുഞ്ഞിനെ കൂടെ കൊണ്ടുപോവാ. കാരണം ഇത്രയും ആൾക്കാരുടെ മുന്നിൽ നമ്മൾ ഇത്രയും ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കൊച്ചിനെ കൂടെ ചെയ്തിട്ട് ഇവിടം വരെ വരുമ്പോഴേ അവനെ കൊണ്ടുവരാൻ ഭയങ്കര റിസ്ക്, ഭയങ്കര കുറുമ്പാണ്, കുസൃതിയാ. അവര് കുറുമ്പ് കാണിക്കുന്നതൊക്കെ നമുക്ക് മനസ്സിൽ ക്ഷമിക്കാൻ പറ്റുമല്ലോ. അത് നമ്മൾ വണ്ടിയെ കൊണ്ടുപോകുന്ന വഴി ചിലപ്പം എടുത്ത് ചാടി ഓടിക്കളയുക. കുഞ്ഞുമോനൊന്നും സഹജമല്ലേ, അത് കുഴപ്പമില്ലെന്നേ. അല്ല, ചാടി ഓടിച്ചിട്ട് ആരെങ്കിലും കടിച്ചു കഴിഞ്ഞാൽ കൊച്ചു വെച്ച് കടിക്കാനോ എന്നതാ ഈ പറയുന്നത്? ആ കുഞ്ഞുമോൻ കുട്ടി പട്ടി കടിച്ചു കഴിഞ്ഞാൽ പിന്നെ പൊക്കലിന് ഇഞ്ചക്ഷൻ എടുക്കണ്ടേ? പട്ടിയോ കുട്ടി? ഞാൻ പറഞ്ഞ കുഞ്ഞുമോൻ എന്ന് പറയുന്നത് എന്റെ പട്ടിയാണ്. പട്ടിയുടെ പിറന്നാളിലാണോ നീ കേക്ക് ഇവിടെ കൊണ്ടുവന്ന് വെച്ചേക്കുന്നത്? പട്ടി എന്ന് പറഞ്ഞാ എന്റെ മോനെ പോലെയാണ് ഞാൻ, അറിയാമോ? തനിക്ക് മോനായിരിക്കും, ഞങ്ങൾക്ക് മോനാണ്. ഞങ്ങൾ ഇത്രയും ആൾക്കാരാണ് പരിപാടി സ്നേഹിക്കണം, ഇവറ്റകളെ സ്നേഹിക്കണം. മോനെ പോലെയാണ്. കുഞ്ഞുമോന്റെ ബോസാണ് ഞാൻ. എന്റെ വീട്ടിലൊക്കെ പട്ടിയുണ്ട്. ഞാൻ അതിന് ഇതുപോലെ TV ഷോയിൽ വന്ന് കേക്ക് എനിക്കുണ്ട് ലാബ് ഉണ്ടെങ്കിൽ ഞാൻ എനിക്ക് മൂക്കിപ്പനി വരുമ്പോ ഞാൻ കവം പരിശോധിക്കാൻ വേണ്ടി വരാം. ലാബ് എന്റെ വീട്ടിലുണ്ടെന്ന്. എനിക്ക് നഷ്ടമാണ് ഇതൊക്കെ വളർത്തിയിട്ട്. ഞാനെന്തിനാ? അല്ലെന്നേ, ലാബ് പട്ടിയില്ലേ, ലാബ് മറ്റേ വെളുത്തിട്ട് ഇങ്ങനെ ഭയങ്കര ക്യൂട്ടി ആയിട്ട് നിൽക്കുന്ന ലാബ്. എനിക്ക് ഈ നാടൻ പട്ടി മാത്രമല്ല കുഞ്ഞുമോൻ. പക്ഷെ അവൻ എന്റെ മോനെ പോലെ, അവന്റെ ബോസാണ് ഞാൻ. നിങ്ങൾ ഈ കേക്ക് മുറിക്കണ്ടായിരുന്നു. നിങ്ങൾ അവനെ അങ്ങനെ ഇൻസൾട്ട് ചെയ്ത്. അല്ല, ഇൻസൾട്ട് ചെയ്തില്ല. ചേട്ടൻ എന്നോട് പറഞ്ഞ എന്താണ്, ചേട്ടന്റെ സ്വന്തം കൊച്ചിന്റെ ബർത്ത്ഡേ ആണ്, അപ്പൊ അത് ഇവിടെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് ഞാനും വന്നത്. നമ്മളിപ്പോ വേണ്ടെന്ന് വെച്ചിരുന്നില്ലെങ്കിൽ ഇവൻ ഈ കേക്ക് മുറിച്ച വീഡിയോ കൊണ്ടുപോയി അത് എന്റെ ഭാഗത്തെ മിസ്റ്റേക്ക്. എനിക്ക് എന്റെ കുഞ്ഞുമോനൊരു ഹായ് അത് വേണമെങ്കിൽ ചെയ്യാല്ലേ. ഹായ് കൊടുത്താ കുഞ്ഞുമോൻ തിരിച്ചറിയൂ. പിന്നെ കുഞ്ഞുമോനൊക്കെ മനസ്സിലാവും. ഹായും ഒരു വിശ്വസമൊക്കെ പറഞ്ഞു അതോടെ പൊക്കോണം കേട്ടോ. നമ്മുടെ സുശീലൻ ചേട്ടന്റെ വീട്ടിലുള്ള കുഞ്ഞുമോൻ എന്ന് പറയുന്ന പാട്ടിക്ക് ഞങ്ങളുടെ ഹായ്. അത്ര കുഞ്ഞുമോനെ പിന്നെ ചേച്ചിക്കുട്ടിയുടെ വക മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ഓക്കെ, ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞുമോനെ. ഉടൻ തന്നെ നമ്മൾ കുഞ്ഞുമോനെ കാണാൻ വരുന്നതായിരിക്കും. ശരി. ചേട്ടൻ എന്നോടൊരു സ്നേഹവും ഇല്ല. ചേട്ടന് കുഞ്ഞുമോനോട് മാത്രമേ ഇഷ്ടമുള്ളൂ. ചേട്ടനെ ഒന്ന് തിരിഞ്ഞു നോക്കുമോ? ഇത് ഞാൻ പറയുന്ന ഡയലോഗ് അല്ലേ? അതിനാ നീ എന്റെ പുറകെ വന്ന് എവിടെ വന്നാലും ഈ ഡയലോഗ് പറയുള്ളൂ എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ അഡ്വാൻസ് പറഞ്ഞതേ ഉള്ളൂ. എന്റെ അടുത്ത് സ്നേഹവും ഇല്ല, എന്റെ ഡയലോഗും കയറി പറഞ്ഞ് എന്നെ സൈഡിലായിട്ട് നൈസായിട്ട് അങ്ങ് ഒതുക്കാനുള്ള പരിപാടിയാണ്. അത് നടക്കൂല. എന്താ എന്റെ പ്രശ്നം? നല്ലൊരു കാര്യം നടക്കാൻ പോണ സ്ഥലമാണ് കേട്ടോ. ഇന്ന് എന്റെ കുഞ്ഞുമോന്റെ ബർത്ത്ഡേ ആണ്. ഞാൻ കുഞ്ഞുമോന്റെ ബോസാണ്. നിങ്ങൾ കുഞ്ഞുമോന്റെ ബോസ് ആണെങ്കിൽ എനിക്ക് ഒരു കുന്തവുമില്ല. കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ തുടങ്ങിയതാണ് ഞാൻ. അന്ന് മുതൽ തുടങ്ങിയതാണ് ചേട്ടാ. ആദ്യ രാത്രി എന്തോന്ന് സംഭവിച്ചെന്ന് അറിയാം. അതെ, കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഒക്കെ നമുക്ക് ഇഷ്ടമാണ്. പറയട്ടെ, നിർബന്ധിക്കല്ലേ. അത്ര ഇൻട്രസ്റ്റ് അങ്ങനെ മാത്രമൊന്നുമില്ല. ഞാൻ പാലും കൊണ്ട് വന്നപ്പോഴേ ആ പകുതി പാലും കുടിച്ചിട്ട് പകുതി പാലെടുത്ത പട്ടിയുടെ അണ്ണാക്കിലോട്ട് ഒഴിച്ചു കൊടുത്തേക്കുന്നു, എനിക്ക് തരാതെ. പട്ടിക്ക് പാല് കൊടുത്താ പട്ടി പാലാട്ടി കാണിക്കും. ഇവൾ എന്താട്ടി കാണിക്കും? നീ എന്താട്ടി കാണിക്കും? ഞാൻ ആട്ടി കാണിച്ചിട്ട് വേണം നാട് നീളം ഞാൻ ആട്ടക്കാരിയാണെന്ന് പറഞ്ഞോണ്ട് നടക്കാനല്ലേ. അല്ലെങ്കിൽ നീ ഒട്ടും ആടാത്തവളാ. ഇവള് ഇവിടെ ഈ ആട്ടും തുപ്പും കാരണം എന്റെ വീട്ടിൽ എന്റെ അമ്മ അച്ഛനും പിണങ്ങി പേറിയാമോ? നിങ്ങളല്ലേ പറഞ്ഞു ഒന്നും ആട്ടൂല, എന്നിട്ട് ഇപ്പൊ ആട്ടും തുപ്പെന്ന് പറഞ്ഞു നല്ലോണം ആട്ടാറുണ്ടെന്നാണല്ലോ തോന്നിയത്. ആട്ടും ആട്ടുന്നുണ്ടല്ലോ, അത് കേട്ടാ പോരെ. പാല് കൊടുത്താൽ ആട്ടുന്നില്ലല്ലോ, വാലാട്ടുന്നില്ലല്ലോ. അതിന്റെ ആട്ടിന്റെ കാര്യമാണ് ഞാൻ വാലാണ് പ്രധാനം അല്ലേ? ആകൊണ്ടാട്ടിട്ട് കാര്യമല്ല, വാലാട്ടണം. ചേട്ടാ അത് മാത്രമല്ല ചേട്ടാ, എന്റെ ബർത്ത്ഡേക്ക് പോലും ഇതുവരെ ഒരു ഫ്ലക്സ് അടിച്ചിട്ടില്ല. ഇങ്ങനെ ആ ജംഗ്ഷനിൽ കൊണ്ടുവന്ന് പട്ടീനെ ഫ്ലക്സ് എടുത്ത് ഒട്ടിച്ച് വെച്ചേക്കുന്നതാണ്. ഞാൻ ഫോട്ടോ എടുത്ത് വരെ കൊണ്ടുവന്ന്. എടി ഞാൻ പറയട്ടെ, എന്റെ മോനാണ് ഈ കുഞ്ഞുമോൻ. എനിക്ക് ആകെ ഒരു മോനേ ഉള്ളൂ. അവന്റെ ബോസാണ് ഞാൻ. അവന്റെ ഫ്ലെക്സ് വെച്ചാൽ പിറന്നാൾ ആഘോഷിച്ചു. ഫോട്ടോ ഒന്ന് കാണിക്കാവോ? ഒരു മിനിറ്റ്, ഈ ഫോട്ടോ ഇവരും കൂടെ ഒന്ന് കാണാം. ഒന്ന് സെൻഡ് ചെയ്ത് കൊടുത്തേ ഫോട്ടോ. കണ്ട എന്റെ കുഞ്ഞുമോനെ പൊന്നേടാ നീ.
ഹീസ് ഹാൻസം. ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ. ആ എന്റെ കുഞ്ഞുമോൻ. ഇങ്ങനെ പോണെങ്കിലേ ആ. മിക്കവാറും ഇങ്ങനെ ഫ്ലക്സി കയറും. അപ്പൊ എന്നാ ആ അതെ, ഓർമ്മ വേണം നിങ്ങക്ക്. ആ അല്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എനിക്കൊരു തുണി എടുത്ത് തന്നിട്ടില്ല. പട്ടിക്ക് ബർത്ത്ഡേ ആയിട്ട് ഉടുപ്പ്, സോക്സ്, ഷൂസ്, ബെൽറ്റ് എല്ലാം വാങ്ങിച്ചു കൊടുത്തേക്കുന്നു. എന്റെ അടുത്ത് ഒരു സ്നേഹവും ഇല്ല നിങ്ങൾക്ക്. അല്ല പട്ടി ബെൽറ്റിലെ കോർപ്പറേഷൻകാർ പിടിച്ചോണ്ടോ നിങ്ങളെ അങ്ങനെ കൊണ്ടുപോകില്ലോ. ഇത് അഴിച്ചു വിട്ടാലും ആരും കൂട്ടു പോവില്ല. എനിക്ക് നല്ല ഉറപ്പുണ്ട്. എന്റെ വായിലിരിക്കണത് വല്ലതും കേട്ടാലുണ്ടല്ലോ. നീ കേട്ടാലെന്നാ ഇത്രയും ദിവസം കേട്ടത് പോരെ, ഇനി എന്താ കേൾക്കാനാ നീ പറയടി. അത് മാത്രമല്ല, പിന്നെ എന്റെ അടുത്ത് ഒരു സ്നേഹവും ഇല്ല. കഴിഞ്ഞ ചൂട് സീസൺ ആയിരുന്നപ്പോഴും ഞാൻ ഒരു AC വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞിട്ട് ഇങ്ങനെ AC വാങ്ങിച്ചോണ്ട് ആ പട്ടീനെ കൂട്ടിക്കൊണ്ട് വെച്ചേക്കുന്നു. അത് ഇച്ചിരി അതെ, ചോദിക്കുന്ന ഒരു മര്യാദയില്ല. നമുക്കൊക്കെ ചൂട് വന്ന് നമുക്ക് ഒരു വിസറി എടുത്ത് വീശാം, ഓർത്തെടുത്തിട്ട് രണ്ട് കറക്ക് കറക്കാം. പട്ടിക്ക് ചൂട് വന്ന പട്ടി എന്നെ എടുത്തിട്ട് കറക്കുന്നു, അത് കറക്റ്റാ. എന്നെ എടുത്തിട്ട് വീശും. നമ്മൾ അത് നോക്കണ്ടേ, അവരെ സ്നേഹിക്കണ്ടേ? അതുകൊണ്ടല്ലേ അങ്ങനെ ചെയ്തത്. നിങ്ങൾ സ്നേഹിക്കണം, ഇതാണ് ഞാൻ പറയണത്. നിങ്ങൾക്ക് എന്റെ അടുത്ത് ഒരു സ്നേഹവും ഇല്ല. എന്റെ അടുത്ത് ഒരു സ്നേഹവും ഇല്ല ചേട്ടാ. എന്താ നമ്മളെന്താ ചെയ്യേണ്ടത്? ഇത് ചുമ്മാ പറയാണ് സ്നേഹയിലെന്നൊക്കെ. കണ്ട അവരുടെ മുമ്പിൽ ചെന്ന് നാണം കെടുത്തുമല്ലേ നീ. നീ 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 തുണിയല്ല കഷ്ടപ്പെട്ട് തുണിയലക്കാൻ പോകുമ്പോ ഞാൻ അവള് വരുമ്പോ ഒരു ഉമ്മ കൊടുക്കും. പിന്നെ കഷ്ടപ്പെട്ട് വെള്ളം എടുക്കാൻ വേണ്ടി പൈപ്പ് ലൈനിൽ പോയി വെള്ളം എടുത്തോണ്ട് വരുമ്പം കെട്ടിപ്പിടിച്ച് ഞാൻ ഉമ്മ കൊടുക്കും. റൊമാൻറ്റിക് ആണ്. അപ്പം കഷ്ടപ്പെട്ട് ഇവള് മീൻവെട്ടിക്കൊണ്ടിരിക്കുമ്പോ ഞാൻ ഉമ്മ കൊടുക്കും. കഷ്ടപ്പെട്ട് എന്ത് പണി ചെയ്താലും ഞാൻ ഉമ്മ കൊടുക്കും. ആ പിന്നെ അല്ല ഇതൊക്കെ പക്ഷെ എനിക്ക് അറിഞ്ഞൂടെ, ഈ കഷ്ടപ്പെട്ട് ജോലി എടുക്കുമ്പോ മാത്രം എന്തിനാ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മായിരുന്നു. അല്ലാതെ ഈ പട്ടീനെ പോലെ കഷ്ടപ്പെടുന്ന കാണുമ്പോ എന്തായാലും നമുക്കൊരു സ്നേഹം ഉണ്ടാവുമല്ലോ. പട്ടി എന്നൊരു വാക്കുണ്ടല്ലോ അത്. അപ്പോഴും പട്ടി അങ്ങനെ എന്നെ പട്ടിയാക്കി. പട്ടീനെ പറയുന്നു കുഞ്ഞുമോൻ. എന്റെ കമ്മലും പോയി ഇങ്ങനെ പോകും കുഞ്ഞുമോൻ. പട്ടീനെ പട്ടി എന്നല്ലാതെ പിന്നെ ചേട്ടാന്ന് വിളിക്കാൻ പറ്റും. ചേട്ടാന്ന് വിളിക്കണ്ട, നിന്നെക്കാളൊക്കെ ഒരുപാട് വയസ്സ് താന്നാണത്. 5 വയസ്സുള്ളത്. അല്ല പിന്നെ മോശമല്ലേ ചേട്ടാ? അതൊക്കെ പോട്ടെ, ഇവിടെ പോട്ടെ. എവിടെയെങ്കിലും പോയി തൊലയട്ടെ. എന്റെ അച്ഛനെ എന്നെ കാണാൻ വീട്ടിൽ വന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട അലുവയും ലഡുവും ജിലേബിയും ഒക്കെ കൊണ്ടുവന്ന് അപ്പൊ ഈ കുഞ്ഞുമോൻ എന്റെ അച്ഛനെ ഇട്ട് ഓട്ടിച്ച പേടിച്ച് മരത്തിൽ കയറി. എന്നിട്ട് അവിടെ ഇട്ട് പട്ടി കടിച്ചു. മരത്തിൽ കയറി പട്ടി അടിക്കാനോ? പിന്നെ മരത്തെ ചാടി കയറിയപ്പോ മരപ്പട്ടി അവിടെ ഉണ്ടായിരുന്നു. ആ മരപ്പട്ടി കടിച്ച് എന്റെ കടിയും കൊണ്ട് താഴേക്ക് വന്നപ്പോ കുഞ്ഞുമോൻ ഒരെണ്ണം കൊടുത്തു. അതും കൊണ്ട് പുള്ളി കൊണ്ടുവന്ന് ഓടിയപ്പോഴത്തെ പുള്ളിയുടെ ഹലുവ തട്ടി സ്ലിപ്പ് ചെയ്തിട്ട് പുള്ളി ആ ജിലേബി വഴി ഉരുണ്ട് നേരെ മതിലിന് പുറത്തേന്നപ്പോ അവിടെ ഒരു വേപ്പട്ടിയും കടിച്ചു. എന്നിട്ട് ഞാൻ ആ പട്ടിയുടെ പുറകെ ഓടിയെന്നുള്ളതാണ്. അതാണ് പട്ടീനെ പുറകെ ഓടി, അല്ലാതെ എന്റെ അച്ഛൻ ആശുപത്രി കൊണ്ടുപോയില്ലേ. അത് ഭയങ്കര മോശമായി പോയി ചേട്ടാ. അങ്ങനെ ഒരാൾ അപകടത്തിൽപ്പെട്ട് നിൽക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട എന്തായിരുന്നു? ആ വ്യക്തിനെ പട്ടി കടിച്ചു, അപ്പൊ ആ വ്യക്തിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാന്നുള്ളതല്ലേ ചെയ്യേണ്ടത്. ഞാൻ ചോദിക്കട്ടെ, ഈ പട്ടി കടിച്ചു കഴിഞ്ഞാൽ പൊക്കിളിന് ചുറ്റും 14 ഇഞ്ചക്ഷൻ എടുക്കണം. വേണം. ഈ പട്ടി കടിച്ചോണ്ട് പോയി ഇങ്ങനെ പൊക്കിളാ. ഈ പൊക്കളുടെയല്ലേ ഇഞ്ചക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ. ചുമ്മാ എവിടെയായിട്ട് ഇഞ്ചക്ഷൻ എടുക്കാനാ? ഈ സാധനം പട്ടി കൊണ്ടുപോയി, ആ സാധനം മിസ്സായി പോയി. ഞാൻ ഈ കഴിയുന്നത് ഇവിടെ അച്ഛന്റെ ജുബ്ബ പൊക്കി നോക്കിയപ്പം ഗുണാക്കേവ് പോലെ ഒരു സോറി, ചിരിക്കാൻ പാടുള്ളല്ലോ. പക്ഷെ എന്നാലും അത് ആലോചിച്ചപ്പോ അല്ല ചേച്ചി അങ്ങനെയല്ല, പെട്ടെന്ന് ഗുണാക്കേവ് പോലെ മറ്റേ മഞ്ഞുമൽ സിനിമയിലെ അങ്ങനെ. ഞാൻ അമ്പലത്തിൽ വെച്ച് പുള്ളിനെ കണ്ടിട്ടുണ്ട്. ആണോ? ഞാൻ പുള്ളി ഷർട്ട് വെച്ച് നിൽക്കുമ്പോ സൂര്യകാന്തി പൂ വിരിഞ്ഞു നിൽക്കുന്നു. ഇവിടെ ചേച്ചിയുടെ മോൻ ഒരു ദിവസം ചെന്ന് അവിടെ ചെന്ന് അയാൾ കിടന്നുറങ്ങിയപ്പോ സുഭാഷേ കേറി വാടാന്ന്. അത്രയ്ക്ക് ഹിറ്റായത്. ഇനി ആ പൂക്കളെ പറ്റി കൂടുതൽ പറയണ്ട, ചേച്ചിക്ക് ഫീൽ ആവില്ലേ? പിന്നെ കൂടുതൽ കളിയാക്കില്ല കേട്ടോ. എന്റെ വീട്ടുകാരെ പുച്ച, എന്നെയും പുച്ച. സാധാരണ വീട്ടിന്റെ വെളിയിലൊക്കെ എന്തുവാ ബോർഡ് വെക്കുന്നേ? പട്ടിയുണ്ട് സൂക്ഷിക്കാന്നല്ലേ. ഇത് കുഞ്ഞുമോനുണ്ട് സൂക്ഷിക്കുക, കുഞ്ഞുമോൻ ഈ വീട്ടിന്റെ ഐശ്വര്യം എന്നൊക്കെയാണ് ചേട്ടാ എഴുതി വെക്കുന്നത്. ഞാൻ എന്തൊക്കെ പറഞ്ഞാലും എന്റെ വീടിന്റെ ഭാഗത്തൊക്കെ കുഞ്ഞുമോൻ ഈ വീടിന്റെ ഐശ്വര്യം എഴുതി വെക്കുള്ളൂ. കുഞ്ഞുമോൻ എന്റെ മോനാണ്, അവന്റെ ബോസാണ് ഞാൻ. നിങ്ങളെ ബോസ് എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ തുടങ്ങിയല്ലേ മനുഷ്യ നിങ്ങൾ ഇങ്ങനെ? എന്റെ അടുത്ത് ഒരു സ്നേഹമല്ലോ. പട്ടിയുടെ കൂടെ കിടക്കുക, പട്ടിയുടെ കൂടെ തിന്നുക, പട്ടിയുടെ കൂടെ കുളിക്കുക, എല്ലാം പട്ടി. പിന്നെ ഞാൻ എന്തിനാ ഇവിടെ ഇരിക്കണം? എനിക്ക് ഈ പട്ടി കാരണം വീട്ടിലൊരു കുട്ടി പോലും ഇല്ല ചേട്ടാ. എന്നിട്ട് ഇങ്ങനെ മനസ്സിലാവുന്നില്ല ഞാൻ എന്താ പറയാനാ? നിങ്ങൾക്ക് എന്താ നാക്ക് ഇറങ്ങിപ്പോയാ? ഒരക്കണ പട്ടി കടിക്കൂല. അവിടെ എന്നെ പട്ടിയാക്കി ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ ഇല്ല ചേച്ചി, നമുക്ക് അത് സോൾവ് ചെയ്യാം. ആരും സോൾവ് ചെയ്യണം, ഞാൻ പോവും. നിങ്ങൾക്ക് എന്റെ അടുത്ത് ഒരു സ്നേഹം. ഹലോ മിസ്റ്റർ, അല്ല ചേട്ടാ, ഞാനൊരു കാര്യം നിങ്ങൾ പറയണ മനസ്സിലാക്കാൻ. അതായത് നിങ്ങൾ ഈ ഫ്ലോറിൽ അതെ എന്റെ കാലെവിടെയോ വിലക്കി അവരോട് എന്താ
എന്നൊന്നും ഇതും മാറ്റി കാല് വിലക്കിയെന്ന്. സൗകര്യമില്ലെന്ന്. സൗകര്യമില്ലെന്ന്. ദൈവമേ അങ്ങനെ പറയല്ലേ. പിന്നെ ഞാൻ അവന്റെ ബോസാണ്, ഞാൻ കുഞ്ഞുമോന്റെ ബോസാണ്, എന്നെ രക്ഷിക്കേ. നിങ്ങൾ കുഞ്ഞുമോന്റെ ബോസ് ആണെങ്കിലേ ഇതിപ്പോ കുഞ്ഞുമോൻ മൂത്രം ഒഴിക്കാൻ നിൽക്കണ പോസാണ്. പുള്ളിക്കാരനെ ഇവിടുന്ന് മാറ്റി ഞങ്ങള് ബാക്കി പരിപാടി. എനിക്ക് സൗകര്യമില്ല. ഞാൻ വീട്ടിൽ പോയിട്ടേ കുഞ്ഞുമോനെ അഴിച്ചു വിടാം. അവന് വഴി അറിയാമെങ്കിൽ അവൻ വന്ന് നിങ്ങൾ ആശുപത്രി കൊണ്ടുപോക്കോളൂ. അല്ല അങ്ങനെ പറയില്ലേ, നമുക്കിവിടെ പരിപാടി ഉള്ളതാണ്. എനിക്ക് ഇന്ന് മുതൽ ഇങ്ങേരോട്ട് യാതൊരു ബന്ധവുമില്ല ചേട്ടാ. ഞാൻ പോണു. പറയില്ലേ എനിക്കറിയണം. പോ പുള്ളിക്കാരത്ത് കല്ല് പെറുക്കി അറിയുന്ന പോവട്ടി അതിന്റെ ഇടയ്ക്ക്. ചേട്ടോ പഞ്ചസാര വായിലിട്ടാലല്ലേ മതിരിക്കോളൂ, ചാക്കിലിരുന്നിട്ട് കാര്യമുണ്ടോ? നിനക്ക് ഇവിടെ പഞ്ചസാരയാണോ വേണ്ടത്? അല്ല, ഇതിങ്ങനെ വെറുതെ തുറന്നു വെച്ചാൽ മതി. മണി 10-15 ഞങ്ങക്ക് സാധനം എന്താ സാധനം എന്താ സാധനം എന്താ? ബില്ലടിക്കാൻ ആള് വരട്ടെടാ ചെറുക്ക. ബില്ലടിക്കാൻ ആള് വന്നിട്ടില്ല. അപ്പൊ ചേട്ടൻ ഇവിടെ എന്തിരിക്കണതാ? ഞാൻ ബില്ല് കീറുന്ന ആളാ. ബില്ല് കീറുന്ന ആളാണ്. അടിക്കൂല. എടാ അവൻ ബില്ല് കീറാൻ നിക്കണെന്നാ പറയണത്. അടിക്കാൻ ആളോ? ദൈവമേ, ഞാൻ ഒടുവിലുണ്ട് കൃഷ്ണൻ കൊണ്ടാണല്ലോ നടക്കണത്. അതല്ലെന്ന് എനിക്ക് ആകെ കൈ വരച്ചിട്ട് പാടില്ല. ചേട്ടാ തുടങ്ങും പറയുന്നത് ഈ സിനിമയാണോ നടക്കണം ഇവിടെ? ഇത് വിവറേജ് അല്ലേടാ. എന്ത് ബില്ലടിക്കാൻ ആള് വരട്ടെന്ന് ഞാൻ കേട്ടോ, ബില്ലടിക്കാൻ ആള് വരും എപ്പോ വരും? ഒരു 10 മിനിറ്റ് സമയം എടുക്കും. 10 മിനിറ്റ് ആവും. അത്രയല്ലേ ആവുള്ളൂ. നാളത്തെ പ്രത്യേകത അറിയാലോ. നാളെ 1-ാം തീയതി, മറ്റന്നാ ഒക്ടോബർ 2-ാം തീയതി. അതാണ് സാധനം കിട്ടൂല. എന്ത് ചെയ്യും? അവൻ പറയണത് ബ്ലാക്കിന് അടിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇരട്ടി പൈസ കൊടുത്തിട്ട് ബ്ലാക്കിൽ എടുക്കാൻ പറ്റുമോ? ഒരു കാര്യം ചെയ്യാം, ഇന്നൊരു 5 ലിറ്റർ എടുത്ത് അങ്ങ് മാറ്റാം. അയ്യോ, അത് മുഴുവൻ ഒന്നും അടിക്കാനാ? അതല്ലടാ, നമുക്ക് എന്നിട്ട് അത് ബ്ലാക്കിന് കച്ചവടം അടിക്കാം. ഇതിന് ആ കാശ് എടുത്ത് നമുക്ക് ബ്ലാക്കിന് സാധനം മാറ്റി അടിക്കാം. എങ്ങനെ? അല്ലേ അത് എനിക്ക് മനസ്സിലായില്ല. അതെങ്ങനെയത്? ബ്ലാക്കിന് വില കൂടുതലല്ലേ? അത് കൂടുതലല്ലേ? ഒരു 5 ലിറ്റർ നമ്മൾ എടുത്ത് വെക്കുന്നു. എന്നിട്ട് മറ്റന്നാ നമ്മൾ ബ്ലാക്കിന് കച്ചവടം അടിക്കുന്നു. ഇരട്ടി വിലക്ക് കച്ചവടം വെക്കുന്നു. അപ്പൊ ആ വില കൊടുത്ത് നമ്മൾ ബ്ലാക്കിന് വേറെ സാധനം എടുക്കുന്നു. അപ്പൊ പൈസ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങൂല. അല്ലേ? അത് പൊളിച്ചത്. എന്റെ ചേട്ടാ 10 മിനിറ്റ് ഇപ്പൊ തന്നെ കഴിഞ്ഞാൽ ഇതിവര് വരുമോ? അത് ബില്ലടിക്കാൻ ആള് പറ്റണം. ഇവന്റെ കാര്യം എന്റെ ദൈവം, അല്ലെങ്കിൽ തന്നെ രക്ഷ അടിച്ചിരിക്കേ. നീ വന്നേ. നാളെ 1-ാമത് വെറുതെ നാളെ മോഹൻ ചേട്ടന്റെ മോളുടെ കല്യാണോ? ബാക്കിയുള്ള ടെൻഷൻ അടിച്ച് മരിക്കും. അതിന് നീ ടെൻഷൻ അടിക്കണം. എന്നെ കല്യാണം വിളിച്ചില്ലല്ലോ. വിളിച്ചിട്ടില്ല. എടാ, ഈ വിളിക്കാത്ത കല്യാണത്തിന് പോകുമ്പോൾ ഒരു ടെൻഷൻ ഇല്ലേ? അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല. നീ അത് അനുഭവിച്ചറിയണം. അതാ മനസ്സിലായി എന്റെ ചേട്ടാ. ആള് വരണം. ഇവന്റെ കാര്യം പ്രസവിച്ചെടുക്കണേ കാണാൻ വേണ്ടി വന്നത്. പോയിട്ട് നാളെ ഇന്ന് ഡോക്ടറില്ല. എവിടെ ഞാൻ സാധനം എടുക്കാൻ വേണ്ടി വന്നത്. ബില്ലടിക്കാൻ ആളില്ലെന്ന്. ആള് വന്നില്ല. ഈ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല. ഉത്തരവാദിത്തം കാണൂല. കാരണം പ്രാർത്ഥിക്കാതെ തിരിയെത്തിക്കാതെ നല്ല കോടിക്കണക്കിന് കച്ചവടം നടക്കുന്ന ഒറ്റ സ്ഥാപനം ഇല്ലേ ഉള്ളൂ. അപ്പൊ അവർക്ക് അഹങ്കാരം ഇല്ല. അഹങ്കാരം അത് ബീവറേജ് മാത്രമല്ലെന്നേ. ഇപ്പൊ എല്ലാ സർക്കാർ സ്ഥാപനങ്ങളും തട്ടിപ്പാ. ഇപ്പൊ ഉദാഹരണത്തിന് മറ്റേ ഹോസ്പിറ്റൽ എടുത്ത് നോക്കിയേ. ഇന്നാണ് ഈ കഴിഞ്ഞ ദിവസം ഒരു കൊച്ചില്ല ഈ ചെറുപേരിൽ ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞിട്ട് ഏതോ അണ്ണാക്കി കയറി ഓപ്പറേഷൻ ചെയ്ത് വെച്ചാൽ ഇതാ പറഞ്ഞത്. ഇവര് വലതുകാലി ചെയ്യാൻ പറഞ്ഞ ഇടതുകാലി ചെയ്യും, ഇടതുകാലി ചെയ്യാൻ പറഞ്ഞ വലത് ചെവി ചെയ്യും. എല്ലാ സർക്കാർ സ്ഥാപനം തട്ടിപ്പാന്നേ. ഈ ഹോസ്പിറ്റലൊക്കെ കംപ്ലീറ്റ് ഉടായിപ്പോയി. സത്യം കേട്ടോ, സത്യം. അതെനിക്ക് മനസ്സിലായില്ല. എന്ത്? കഴിഞ്ഞ ആഴ്ച ഞാൻ ഒന്ന് തല ഇറങ്ങി വീണായിരുന്നു. അയ്യോ, ഇവരെല്ലാം കൂടെ എന്നെ ആശുപത്രി കൊണ്ടുപോയി. വയറ് സ്കാൻ ചെയ്ത് എന്നാൽ റിസൾട്ട് വന്നു. എന്നിട്ടാ ഞാൻ ഗർഭിണിയെന്ന്. ഇത് കേട്ടത് എന്റെ അച്ഛൻ എന്റെ മോൻ പിഴച്ചു പോയെന്ന് പറഞ്ഞോണ്ട് ഇറങ്ങി ഓടി. അച്ഛൻ ഇപ്പൊ തലയിൽ കൂടെ മുണ്ടിട്ടാണ് നടക്കണം. പകല് പോട്ടെ, ഇപ്പൊ രാത്രി ഞാൻ പഴിച്ചു എന്ന് പറഞ്ഞ അച്ഛൻ മുണ്ടിട്ടോണ്ടാണ് നടക്കണം. അച്ഛൻ രാത്രിയും തലയിൽ മുണ്ടിട്ടാണ് നടക്കണത്. അപ്പൊ പിന്നെ നീ ആയിരിക്കുമല്ലോ പഴിച്ചു പോയത്. അച്ഛൻ നേരത്തെ പഴിച്ചു പോയിട്ടുണ്ടാവും. എടുത്തു തരാം. ഇവിടെ സമയം വെള്ളം വേണ്ട. ഒരു ഫുള്ള് പൊട്ടിച്ചൊഴിച്ചാതിയേ. വെള്ളം വേണ്ടേ? അങ്ങനെ ഇപ്പൊ നീ ചാരയത്തി കുളിക്കണ എഴുന്നേക്ക്. പൊളിഞ്ഞു വാ, എഴുന്നേറ്റ്. ശല്യോടെ ആള് വരട്ടെ. ഓ, മഹാറാണി വന്നല്ല. പെണ്ണുമുള്ള ഞാൻ ഒരു കാര്യം പറയാം. ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോ അവിടെ ഒരു കൃത്യനിഷ്ഠത വേണം. ഇവിടെ ബാക്കിയുള്ള ഒരു വെള്ളം കിട്ടാതെ ജാഗം കിടക്കുമ്പോ നിങ്ങൾ ഇങ്ങനെ ഇഷ്ടമുള്ള സമയത്ത് കയറി വന്നാൽ മതിയാ. ഞാനേ എന്റെ സൗകര്യത്തിനേ വരുള്ളൂ. തനിക്ക് വേണമെങ്കിൽ വേറെ ഷോപ്പിൽ പോയി മേടിച്ചോ. ഇത് പച്ചക്കറി ഷോപ്പിൽ കിട്ടൂല, ഇവിടെ തന്നെ വരണ്ടേ? ഒരു കോട്ടടിക്കോ? കോളിമ്പല്ലടിക്കണം. ഭ്രാന്താളിയാ എന്റെ ആണുങ്ങടുത്തു. ഞാൻ ആലോചിക്കുന്നത് ഇവിടെ ഭർത്താവിന്റെ അവസ്ഥയാണ്. അവന് പട്ടീര വിലയായിരിക്കും കേട്ടോ വീട്ടില്. പട്ടീര അത്ര തന്നെ ഉണ്ടാവും. നിങ്ങൾ പറഞ്ഞത് അച്ചട്ടാണ്. ഈ കഴിപ്പടം കെട്ടുള്ള വീട്ടിലെ ഭർത്താവ് പട്ടിര വിലയാണ് കൊടുക്കുന്നത്. അല്ല, അത് ചേട്ടൻ അങ്ങനെ മനസ്സിലായി? പറഞ്ഞ പട്ടിയില്ലേ, ആ പട്ടി തന്നെ ഞാൻ ചേട്ടന്റെ ഭാര്യയായിരുന്നു മാറുന്നേ. അല്ല ചേച്ചി, നിങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുമ്പോ ഒരു ഫുള്ള 1 ലിറ്റർ ഉണ്ടാക്കി കൊടുക്കാറുണ്ടെങ്കിൽ ഈ പുള്ളിയുടെ മുട്ട് തേയ്മാനം വരാതെ ഇവിടം വരെ നടക്കേണ്ട കാര്യമുണ്ട്. അതെ, ഇയാള് കുടിക്കണത് എനിക്ക് ഇഷ്ടമല്ല. ഇയാൾ കുടിച്ചിട്ട് വരുമ്പോൾ ആ ഒരു സ്മെല്ലില്ലേ, അതും എനിക്ക് ഇഷ്ടമല്ല. സ്മെല്ല് ഇഷ്ടമല്ലെന്ന്. അവർക്ക് സ്മെല്ല് ഇഷ്ടമല്ലെന്ന്.
അനിയാ നിങ്ങൾ കേൾക്കണം, ഞാൻ വൈകുന്നേരം അടിച്ചോണ്ട് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാല് എന്റെ ഒരു ബ്രാൻഡ് സ്മെല്ലേ ഇവൾക്ക് കിട്ടുള്ളൂ. പക്ഷെ ഇവിടെ ഈ ബിവറേജിൽ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള എല്ലാ ബ്രാൻഡ് സ്മെല്ലും എനിക്ക് കിട്ടും. അപ്പൊ എനിക്ക് രാവിലെ അടിക്കാൻ തോന്നൂലേ, അതുകൊണ്ടാണ് ഞാൻ രാവിലെ ഇങ്ങോട്ട് പറഞ്ഞത് അടിക്കാൻ വേണ്ടി. ഒരു കോട്ടടി. ഓ നിങ്ങൾ ഇനിയെങ്കിലും കൂടിയൊന്ന് നിർത്താൻ പാടില്ലെന്ന്. എടി ഞാൻ കുടിക്കുന്നുണ്ടല്ലേ നിനക്ക് ഇവിടെ ജോലി ഉള്ളത്. പിന്നെ ഞാൻ നല്ല അന്തസ്സായിട്ട് പണിയെടുത്തിട്ടാ ജീവിക്കണത്. പണിയെടുത്തിട്ടാ ജീവിക്കണത്. കുടിച്ചില്ലെങ്കിൽ കാണാൻ അന്തസ്സായിട്ടിരുന്ന് പണിയെടുക്കണത്. സത്യം അണ്ണ ഇല്ലെങ്കിൽ ചേച്ചി പട്ടിണി നടന്നനെ. ജോലിയില്ല കൂലിയില്ലാതെ വീട്ടിൽ കയറി ഇരിക്കേണ്ട വരും. വേറെ ഒന്നുമല്ല, നിന്നുള്ള ഇഷ്ടം കൊണ്ടാ ഞാൻ കുടിക്കുന്നത്, അറിയാവോ? ഇവിടെ ഓരോ ഭർത്താക്കന്മാര് ഹൃദയം കൊണ്ടാ ഭാര്യയെ സ്നേഹിക്കുന്നത്. ഞാനാണെങ്കിൽ എന്റെ കരളുണ്ട് അവളെ സ്നേഹിക്കുന്നത്. ആ കരളിന് വേണ്ടിട്ടെങ്കിലും ഒരു കോട്ടറടി അടി. ഓ നിങ്ങളൊന്ന് സമാധാനപ്പെട്ട് ഞാനൊന്ന് പില്ലടിച്ചോട്ടെ. അടി. അയ്യോ എന്തോ ചേച്ചി? അത് സിസ്റ്റർ ഹാങ്ങായി. ഇനി വലിയ സെറ്റിൽ ചെയ്യണമെങ്കിൽ ഇത് ശരിയാക്കിട്ടേ പറ്റുള്ളൂ. അയ്യോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ നീ തന്നെ പേടിക്കണ? കാശെടുത്ത് പറ. കാശ് എവിടെ നിന്ന് ഇരിക്കണം? കാശ് തന്നല്ലോ. ഗൂഗിൾ പേ വഴി അത് അക്കൗണ്ടിൽ കിടക്കല്ലേ. നീ ഇങ്ങനെ കുറയ്ക്കണം. പൈസ കിട്ടിരിക്കും. അത് ബുദ്ധിപരമായിട്ട് ചെയ്തതാണ്. ഇവിടെ ബിവറേജ് വരുന്നവര് കാശ് അക്കൗണ്ടിൽ കിടക്കുന്നതാണ് നല്ലത്, മനസ്സിലായി? അല്ലെങ്കിൽ നമ്മൾ ഈ ബിവറേജ് സാധനം എടുക്കാൻ വരുമ്പം ഓരോ കഴിപ്പണം കിട്ടാൻ പറയുന്നത് വെച്ച് അടിച്ചെടുക്കാൻ തോന്നും. അവര് വന്നിട്ട് 5 രൂപ 10 രൂപ 15 രൂപ എന്നൊക്കെ പറയും. അയ്യോ ബിവറേജിൽ മാത്രമല്ല ബാറിൽ ചെന്നാലും ഇത് തന്നെ ഈ മലകെട്ടന്മാരെ ശല്യോ. അതുപോലെ 30 രൂപ പേരൊക്കെ ചോദിക്കോ? അല്ല അവര് ചോദിക്കണല്ലേ, ഞാൻ ചോദിക്കണത് 30 രൂപ കുറവ് 30 രൂപ 30 രൂപ ഇല്ലേ? ഇല്ല 30 രൂപ. ഇനി ഹലോ കുറവ് സാറേ. ഒന്നും ചെയ്യില്ലേ. ഞാനിപ്പോ വരാം. കൊച്ചു പഠിക്കുന്ന സ്കൂളിലെ പ്രിൻസിപ്പാളെ വിളിച്ചത്. അവൻ എന്തോ കുരുത്തക്കേട് കാണിച്ചിട്ട് ആ ചെറുക്കനെ പ്രിൻസിപ്പാളിട്ട് വരട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്നോട് അങ്ങോട്ട് ചെല്ലാൻ. ചേച്ചി സ്കൂളിൽ പോകാൻ ഒരു കോട്ടർ വരും. എടാ ഞാൻ പറഞ്ഞില്ല ആ കൊച്ചിനെ പ്രിൻസിപ്പാള് വരട്ടിക്കൊണ്ടിരിക്കുക. ഇനി ഞാൻ ചെന്നിട്ട് വേണം അവൻ എന്നെ കൂടി വരട്ടാൻ. ഒരു ധൈര്യത്തിന് വേണ്ടിട്ടാ. ഒരു 2 പേക്ക് ലൂസെങ്കിലും തരും. ഇങ്ങനെ കുടിച്ചു നടക്കണ തന്തമാരുണ്ടെങ്കിൽ എങ്ങനെ മക്കളെ തലതെറിച്ച് പോകാതിരിക്കണം? ഇടും നിങ്ങൾ കുടിക്കണ അത്രയും വീര്യമുള്ള മദ്യമാണ്, അറിയാവോ? വിഷമാണത്. ഭയങ്കര മെസ്സേജ് ആയി പോട്ടോ. പിന്നെ വിദേശ സാപ്പിലേക്കാണ് ഉപദേശിക്കുക. ഇതിനെക്കാളും വീര്യമാണ് കട്ടൻ ചായ കേട്ടാ. അതെനിക്ക് മെനിഞ്ഞാന്നാണ് മനസ്സിലായ. ഞാൻ ഒരു 6 പെഗ് കുടിച്ചോണ്ട് വീട്ടിൽ ചെന്നപ്പോ എന്റെ ഭാര്യ ഒരു കട്ടൻ ചായ കുടിച്ചോണ്ട് മുറ്റത്തിരിക്കുന്നു. എന്നെ കണ്ടത് അവിടെ മുടി പിടിച്ചിട്ടൊരു ആട്ടോ ചീത്തവിളി പാത്രം പറക്കി എറിയും. ചീത്തവിളി മൊത്തത്തിൽ ബഹളം. 6 പെഗ് അടിച്ചാൽ ഞാൻ മിണ്ടാതെ അവളെ ഈ കിടന്ന് ഷോ ആണ്. നീ എന്ന് പറയണ കട്ടൻ ചായക്കാണോ പവർ ഇതിനാണോ പവർ? കട്ടൻ ചായക്കാ അല്ലേ? ആ വെറുതെ അല്ല, ഉള്ള കട്ടൻ ചായ മുഴുവൻ വലിച്ചു കയറ്റിയേട്ടാ എന്റെ പെണ്ണുമ്പിള്ള വൈകുന്നേരം ആകുമ്പോ എന്റെ വാവളൊക്കെ തെറി പറയണത്. എന്റെ കൈക്ക് പാടില്ലാതെ ഇപ്പൊ ഇല്ലെങ്കിൽ ഞാനല്ലേ. അതളിയാ നമ്മൾ ഇന്നലെ അടിച്ചില്ലേ, ഇന്നലെ അടിച്ച് പോണ വഴിക്ക് ഞാൻ ആ വളവിൽ നിന്ന് മൂത്രമൊഴിക്കാൻ നിന്നതാ. ഇങ്ങനെ നിന്നിട്ട് നേരിങ്ങനെ നോക്കുമ്പോണ്ടല്ല ഒരു തുറുപ്പം കണ്ണൊക്കെ ഇട്ടിട്ടുള്ള ഒരു മെനകെട്ട പട്ട. ഞാൻ അങ്ങോട്ട് നോക്കുമ്പോ അവൻ ഇങ്ങോട്ട് നോക്കും, ഞാൻ അങ്ങോട്ട് നോക്കുമ്പോ അവൻ ഇങ്ങോട്ട് നോക്കും. ഒന്നും നോക്കിയില്ല അളിയാ. മൂക്കാപ്പൊണ്ട വളക്കാൻ ഒറ്റയിടി, ഒറ്റ വലി. പട്ടി ചത്ത് ഇല്ല, കൈ പൊളിഞ്ഞു പോയി. അപ്പൊ പട്ടിയോ? അല്ല അതല്ല, നമ്മള് മറ്റേ ആ ജംഗ്ഷനിലെ വളവില്ലേ അവിടുന്ന് ഇവിടുന്ന് വണ്ടി വന്നത് കാണാൻ വേണ്ടി വട്ടത്തിൽ ഒരു കണ്ണാടി വെക്കൂലേ, അതിനകത്ത് എന്റെ മുഖം ഇങ്ങനെ വലിഞ്ഞപ്പോഴേ കടിക്കാൻ തന്നെ പട്ടിയാണെന്ന് വിചാരിച്ചളിയാ. ബോധം വന്നപ്പോഴാണ് അറിഞ്ഞത് പട്ടിയല്ല. അല്ല ബോധം വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഞാൻ വെറും ഒരു പട്ടിയായി പോയില്ല. അതെ അവന്മാരറിയണ്ട, നൈസ് കോട്ടിൽ ഒരു കോട്ടടി അങ്ങ് പോവാം. ഓ നിങ്ങൾ ഇനി ഇത് കുടിച്ചിട്ട് ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ്? ഞാൻ പ്രശ്നക്കാരനല്ലേ, വെള്ളമടിച്ച വയറ്റ് കിടാനാ. ഞാനല്ല പ്രശ്നക്കാരൻ, ഇവിടെ അച്ഛയുടെ പ്രശ്നക്കാരൻ. നാട്ടിലെ വീട്ടിലെ പ്രശ്നക്കാരൻ ഇവിടെ അച്ഛനാണ്. ആ ഇനി എന്റെ തന്തക്ക് പറഞ്ഞു. നിങ്ങൾ എല്ലാരും കേട്ടോട്ടെ, എന്റെ അച്ഛനല്ലേ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു ജോത്സ്യനാണ്. അതാണ് ഞാൻ പറഞ്ഞത്, പ്രശ്നം വെക്കുന്നതും പറയുന്നത് ഇവിടെ അച്ഛനാ. ഇവിടെ അച്ഛനാ നാട്ടിൽ ഏറ്റവും വലിയ പ്രശ്നക്കാരൻ. ഞാൻ കുളിക്കണടി, തോട്ടയെന്ന് ഞാൻ കുളിച്ചോണ്ടിരിക്കണ കേട്ടില്ല. കോപ്പി വെക്കണ ഇമീങ്ങളെ ഛർദിച്ചാ? ഇഷ്ടംപോലെ പൈസ കിട്ടും. തിമിങ്ങളെ ഛർദിച്ച് ഇഷ്ടംപോലെ പൈസ കിട്ടും. ഓ ഞാനേ 2 ബക്കറ്റോട്ട് ഒരു വാരി കെട്ടിക്കൊണ്ട് പോവായി. എടി ഒരു കാര്യം, ഷിബുവിന്റെ ഛർദ്ദൽ വരാൻ 2 ബക്കറ്റായിട്ട് ഒരാൾ വാരി കെട്ടാൻ വരാന്ന്. ഷിബുവിന്റെ ഛർദ്ദല എന്റെ അളിയൻ ഷിബു, അവന്റെ ഒറ്റപ്പനാണ് തിമിങ്കലം. വാരി കെട്ടണ ഛർദിക്കും. കുറച്ച് വേറെ പലതും ഉണ്ട്, വാരി കെട്ടണ. എന്താ പ്രശ്നം നിങ്ങളെ? ശരിക്കും എന്താ നിങ്ങളെ പ്രശ്നം? ഞാൻ പറയാം. ഇവിടെ സിസ്റ്റം ഹാങ് ആയി കിടക്കേ. ആ സമയം കൊണ്ട് 2 അടിക്കാൻ കിട്ടിയാല് 2 അടിക്കണം. 2 അടിക്കണം. ആരും അറിയരുത്. എന്റെ എന്റെ പൊന്നളിയാ ചെന്ന് കേറി കൊടുക്കല്ലേ. അവന്റെ മെനകെട്ട സ്വഭാവം വെച്ച് അവൻ വേറെ എന്തെങ്കിലും കാണിച്ചു തരുവേ. നഷ്ടമില്ലല്ലോ. എന്നാ ചെന്ന് കേറിക്കോട്, എനിക്ക് കാണണം. ഇതാണ് മുല്ലപ്പെരിയാർ. ഇതിന് പ്രത്യേകത എന്താണ്? ഇതിന് പ്രത്യേകത ഉണ്ട്. ഇത് അടിച്ചു കഴിഞ്ഞാൽ ഈ ചുറ്റും നിൽക്കുന്നവർ വിചാരിക്കും ഇവനിപ്പോ പൊട്ടോ, ഇവനിപ്പോ പൊട്ടോ, ഇവനിപ്പോ പൊട്ടോ. ഇത് പൊട്ടുവോ?
ഒട്ടുമില്ല. അപ്പൊ മുല്ലപ്പെരിയാർ തന്നെ. പക്ഷെ അതിന് പ്രശ്നം ഉണ്ടാവും. അത് വേണ്ട അത് വേണ്ട കേട്ടോ. ഒരു പെണ്ണ് പറഞ്ഞു ഒരു പെണ്ണ് പറഞ്ഞു ഇവിടെ തേങ്ങ എരിവണം. തേങ്ങരവണല്ല എന്റെ കൂട്ടുകാരെ മുടിയിട്ട് ജീവണത് കൈ പൊളിക്കുന്ന ആ ശബ്ദം കേട്ടി. നല്ല വിളിക്കണമെന്ന് അങ്ങോട്ട് ജീവിക്കുമ്പോ. മാഡം ഹാഫും ഫുള്ളൊക്കെ എവിടെ ഇരിക്കുന്നത്? ആ ഫുൾ അവിടെ ഉണ്ട്, ക്വാർട്ടർ അവിടെ ഉണ്ട്. ഓക്കെ, താങ്ക് യു. കാലം പോയ പോക്ക് കണ്ട പോത്തിന്റെ പുറത്തല്ലേ അത് കാലം. പിന്നെ ഞാൻ പോയ പെണ്ണ് പോയ പറഞ്ഞ ഉമ്മ പറഞ്ഞത് അതെ. കണ്ടാ കണ്ട പടി എന്ത്? ഓരോ പെണ്ണുകൾ വന്ന് ആനത്തോടെ അടിക്കണ്ട കണ്ട. അയ്യേ, അവര് പണിയെടുത്ത കാശിന് അവര് കുടിക്കണത്, അല്ലാണ്ട് ഞാൻ പണിയെടുത്ത കാശിന് നിങ്ങളെ പോലെ അല്ല കുടിക്കണം. നിങ്ങൾ ഡെയിലി കൂടി പഠിച്ചിട്ട് ഷെയറിട്ട് എന്നോട് അടിച്ചെന്ത് പോയപ്പോ നിങ്ങൾ ഡെയിലി കൊട്ടണ്ടല്ല എനിക്ക് പോയി അവിടെ സമ്മോദനം കാര്യം പറയാൻ മറന്നുപോയി. നാളെ എനിക്ക് 2000 രൂപ വേണം. കുടിച്ചു കളയാൻ 10ന്റെ പൈസ ഞാൻ തരൂല. നീ അതിനല്ല നാളെ ജിമ്മിൽ പോണം, വയറ് ഉറക്കട്ടെ. നിങ്ങൾ ജിമ്മിൽ പോണം. അപ്പോഴെങ്കിലും നിങ്ങൾക്ക് ആരോഗ്യം ശ്രദ്ധിക്കണം തോന്നിയല്ല. ഈ ആരോഗ്യം ശ്രദ്ധിക്കാനല്ല, ഇവിടെ സാധനം എടുത്തോണ്ട് പോകുമ്പോ ഇടുപ്പിൽ വെച്ചോണ്ടാണ് പോണത്. അവിടെ ചെന്ന് വിള ചെന്നിരിക്കുമ്പോ തപ്പി നോക്കണം എവിടെ ഇരിക്കണമെന്ന് കണ്ടോ. അപ്പൊ വയറ് മാറ്റിയിട്ടാണ് ഈ സാധനം എടുക്കണത്. ജിമ്മിൽ പോയി കഴിഞ്ഞാൽ വയറ് റെഡിയാവുമല്ലോ, ഇങ്ങനെ ഊരി എടുക്കാലോ. അല്ലെ ഒരു കാര്യം ചെയ്യും, ഒരു 1500 വന്നാൽ മതി. എന്തിന്? ഒരു CC ക്യാമറ ഒക്കെ അപ്പൊ എവിടെ അറിയാൻ പറ്റുമല്ലോ. ഞാൻ നോക്കി ചേച്ചി, റെഡിയാ നോക്കി ചേച്ചി, കൈ വിറക്കണ ചേച്ചി, കൈ വിറക്കണ ചേച്ചി. ആ ശരിയായിട്ട് ആദ്യം അടിക്കും നമ്മളാണ് ആദ്യം വന്ന 5 എണ്ണത്തിന്റെ അടിക്കും. 5 ഇവിടെ ഇവിടെ ഗൂഗിൾ പേ അല്ലേ? ഗൂഗിൾ പേ. ആ സ്കാൻ ചെയ്തോട്ടാ. അഞ്ചേ പോയിട്ട് ഒരുപാട് ജോലികളാണ് പെട്ടെന്ന്. ഈ കുപ്പി എടുത്തിട്ട് ആരുടെന്ന് വെച്ചാൽ വേറെ ആരെങ്കിലും എടുത്തോണ്ട് പോകും. എടാ ഞാൻ ഈ ബില്ലൊന്ന് കൊടുത്താട്ടെ, നീ ഇതങ്ങോട്ട് പിടിച്ചോണ്ട് പോയ. അയ്യോ ചേച്ചി കാണാൻ തരുമോ എന്തോന്നാടാ ഈ കാണിച്ചത്? വിവരം ഉണ്ടാടാ. കുടിയന്മാരാക്കിയത് കുറച്ച് ബുദ്ധിയെങ്കിലും വേണം. എന്താ വേണം അത് ആദ്യം പഠിക്കണം. കുടിയന്മാർക്ക് എന്തോ വേണം? കപ്പാസിറ്റി. അത് പഠിക്കണം. കുടിയന്മാർക്ക് എന്തോ വേണം? കപ്പാസിറ്റി വേണം. അത് വേണം. കുടിയന്മാർക്ക് എന്തോ വേണം? കപ്പാസിറ്റി. അപ്പൊ എല്ലാവരും കൂടി ഒരുമിച്ച് പറയും കുടിയന്മാർക്ക് മിനിമം വേണ്ടത് കപ്പാസിറ്റി. അല്ലാതെ വിവരമില്ലാതൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കുപ്പി വീട് പൊട്ടും കേട്ടാ. കുടിയന്മാർക്ക് മിനിമം വേണ്ടത് കപ്പാസിറ്റി അല്ല, നല്ല എലാസ്റ്റിക് ഉള്ള ഒരു നിക്കർ, അല്ലെങ്കിൽ ഇതുപോലെ വീണ് പൊട്ടും. നമസ്കാരം, എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. വിസ്മയ ലോകത്തേക്ക് ഞങ്ങൾ നിങ്ങളെ കൊണ്ടുപോകുന്നു. ഇന്ന് ഞങ്ങൾ അവതരിപ്പിക്കുന്നു ഷാഡോ ഷോ. ആദ്യമായി നിങ്ങളുടെ മുന്നിൽ ഇതാ വരുന്നു മിക്കി മൗസ്. മിക്കി മൗസിന്റെ പിന്നാലെ അതാ നമ്മൾ ഒരു ചെറിയ കുട്ടിക്കാട്ടിലേക്ക് പോവുകയാണ്. ആ കാട്ടിലെ ചെറിയ പക്ഷികളെ കാണാം, തുമ്പികളെ കാണാം, മാനിനെ കാണാം. അതാ കുഞ്ഞു മാൻ കുഞ്ഞുങ്ങൾ. അവിടേക്ക് കഴുത്തിൽ വളയിട്ട വലിയ മാൻ വന്ന് നോക്കുന്നു. ജിറാഫ്. അതെന്താ കിളിയാണോ? അടുത്ത ഞങ്ങൾ കാണിക്കുന്നു കിളി. കിളി ഞങ്ങൾ വീണ്ടും വാ തുറക്കുന്ന ഏതോ ഒരു സാധനം. ഡൈനോസർ. ഇപ്പൊ ലോകത്തില്ല, പക്ഷെ പണ്ടുണ്ടായിരുന്ന ഡൈനോസർ ആണ്. അതാ 4 കൊമ്പുള്ള ഒരു മൃഗം. കലമാൻ. യെസ്, യു ആർ കറക്റ്റ്. Oh my god, cute little rabbit. ബണ്ണി. അടുത്തതായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നു ഗോറില്ല. അല്ല ചെയ്തില്ല ഒരുമിച്ച്. അല്ല നിക്കെന്നാലും ഒരു തവണ ഫീല് കിട്ടുന്നുണ്ടായിരുന്നു. അയ്യോ, ഇത് നിഴലില്ലാതെ കാണിച്ചാലും ഓക്കെയാണ്. അടുത്തതായിട്ട് നിങ്ങൾ കാണാൻ പോകുന്നു ക്രൊക്കഡൈൽ. സോറി, സൗണ്ട് മാറിപ്പോയി. എനിക്ക് ഇതാണ് നിഴൽ കൂത്തല്ലേ? ഇതാണ് ശരിക്കും എന്ത് തോന്നിയാസം കാണിക്കാന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത്. ക്രൊക്കഡൈൽ ഇഷ്ടപ്പെടുന്നില്ല. ക്രൊക്കഡൈലാണോ, തുണിക്കടയിലെ കത്രികയാണോ, പെട്രോൾ പമ്പിലെ പെട്രോൾ അടിക്കുന്ന സാധനമാണോ എന്നൊന്നും മനസ്സിലാവണം. അതെ, പെട്രോൾ അടിക്കുന്ന സാധനം. പ്രേക്ഷകരുടെ മുന്നിലേക്ക് വരുന്നു പെട്രോൾ അടിക്കുന്ന സാധനം. അടിപൊളി. കൈയടിക്ക്. ഇനി അവതരിപ്പിച്ച പെട്രോൾ ഒഴിച്ച് കത്തിക്കും. അല്ലേലും നമുക്ക് ഇതൊക്കെ കിട്ടുള്ളൂ. ലൈറ്റ് ഇട്ടോ ഞങ്ങൾ അങ്ങോട്ടേക്ക് വന്നേക്കാം. താങ്ക്സ് ഗൈസ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ ചുരുങ്ങിയ നിമിഷം കൊണ്ട് എങ്ങനെ ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റി എന്നുള്ളത് അല്ലേ? അത്ഭുതപ്പെട്ടോണ്ടിരിക്കുക. എവിടെ ഇരുന്ന്
എലീന ചേച്ചി എന്തായാലും നമ്മളെ കാര്യം ഇപ്പൊ ഇവിടെ പൊളിഞ്ഞു. അയ്യോ അങ്ങനെ പറയരുത്, നമ്മൾ അടിപൊളിയായിട്ട് ചെയ്തു. പൊളിഞ്ഞു മോളെ അത്രയ്ക്കൊന്നും പൊളിഞ്ഞിട്ടില്ല. ഇത്തിരി അത്ര എളുപ്പമുള്ള കാര്യമല്ല ഷാഡോ പ്ലേ എന്ന് പറയുന്നത്. വളരെ നന്നായിരുന്നു. താങ്ക് യു സോ മച്ച്. നമ്മൾ അടിപൊളിയെന്നാ പറഞ്ഞത്. മോള് ചെയ്തത് വളരെ നന്നായി. ചേച്ചി ചെയ്തത് അടപടലം പൊളിഞ്ഞു. അക്സെപ്റ്റൻസ് ഇല്ലാത്തവർ എങ്ങനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പെട്രോൾ അടിക്കുന്ന എനിക്ക് ഇഷ്ടപ്പെട്ടു, അത് നല്ലായിരുന്നു. അത് എന്റെ ഉള്ളിൽ നിന്ന് ഞാൻ വേഗം എടുത്തതാണ്. ഒരാളും ഞാൻ കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ട് അതിന്റെ നിഴൽ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. പെട്രോൾ അടിക്കുന്ന ഭീകരായിരുന്നു. ഇനി അത് ഇന്റർനാഷണൽ ലെവലിൽ കൊണ്ട് നിങ്ങൾ അവിടെ വിറ്റ് പൈസ ആക്കരുത് പ്ലീസ്. ഞങ്ങൾക്ക് ഇങ്ങനെ നിഴലായിട്ടുള്ള പരിപാടിയില്ല. ഞങ്ങളെ കാണിച്ചാൽ മാത്രമേ പൈസ കിട്ടുള്ളൂ. എലീന ചേച്ചി എന്തോ എന്തായാലും നമ്മളെ കാര്യം പൊളിഞ്ഞു. പിന്നെ അടിപൊളിയായി ചെയ്യുന്ന ഒരാളെ ഞാൻ ഇങ്ങോട്ട് ഓ നിന്റെ കയ്യിൽ ആളുണ്ടായിട്ടാണോ എന്നെ ഇതിന് വിളിച്ചത്? എന്നാ പിന്നെ ആദ്യം തന്നെ നമുക്ക് അങ്ങ് ചെയ്താ പോരായിരുന്നോ? എന്നാലും ഒരു രസമല്ലേ? അപ്പൊ ഷാഡോ ഫിഗർ ആണോ നമ്മൾ ഇനി കാണാൻ പോകുന്നത്? ആരാ വരുന്നേ? ലെറ്റ്സ് വെൽക്കം ജിനി ചേട്ടൻ. എന്താ അച്ഛൻ കല്ലിന് സംഗീതം വരുമോ നോക്ക്. കയറി നോക്കാറായില്ല. ഇപ്പോഴാരെ അകത്ത് വിടില്ല. ആര് ഇല്ല, തമ്പുരാനായാലും ഇപ്പൊ അകത്ത് പോകാൻ പാടില്ല. താനേ ഈ തക്കിട തരികിട പറഞ്ഞ് ഇവിടെ മൂക്കറ്റം നിന്ന് പറ്റിക്കൂ. പണി തീരലുണ്ടാവില്ല. പെരുന്തച്ഛൻ ആരാ തനിക്കൊരു പട്ടം തന്നത്? ചില വിഡ്ഢികൾ. സാക്ഷാൽ പെരുന്തച്ഛൻ ദാ അവിടെയാണ്, ബ്രഹ്മാവ്. എന്താ മാനയുടെ സംശയം? ഒന്നുമില്ല. ബിംബം കൊത്തേണ്ട നേരത്ത് ഇയാള് കല്ലില് സപ്തസ്വരം വായിക്കാൻ നോക്കുക. ഓ അടിപൊളി. ദേശമോചനമെന്ന സ്വപ്ന സാക്ഷാത്കാരത്തിനായി ജീവിത സൗഭാഗ്യങ്ങളെല്ലാം വലിച്ചെറിഞ്ഞവൻ. हम एकजुट होकर एक मत होकर एक हिमालय की तरह दुश्मन के सामने खड़े होंगे. ഉജ്ജ്വലമായ പ്രസംഗങ്ങൾ കൊണ്ട് ഭാരതീയരിൽ ദേശാഭിമാനത്തിന്റെ അഗ്നി പടർത്തിയവൻ. चलो दिल्ली, चलो दिल्ली, जय हिंद. ജനഹൃദയങ്ങളെ ഇളക്കിമറിച്ച വിപ്ലവകാരി. ഇന്ത്യൻ സ്വാതന്ത്ര്യ പോരാട്ടത്തിലെ ആയുധമണിഞ്ഞ ആദ്യ സർവ്വസൈന്യാധിപൻ. ഒടുവിൽ നിഗൂഢമായൊരു ചരിത്ര സമസ്യയിലേക്ക് ചിറകു വിരിച്ച് പറന്നുപോയവൻ. നേതാജി സുഭാഷ് ചന്ദ്രബോസ്. जगोरे जागो अंबेडकर जगत जननेता अंबेडकर भवितकु मार्गम अंबेडकर बडुगुलकु प्राणम अंबेडकर जगोरे जागो अंबेडकर जगत जननेता अंबेडकर भवितकु मार्गम अंबेडकर बडुगुलकु प्राणम अंबेडकर. വയലാർ വെൺചന്ദ്രലേഖയുടെ വിപ്രലംഭ ശൃംഗാരത്തിനും കൺമണിയുടെ കവിളിണ തഴുകുമ്പോൾ കസ്തൂരി മണക്കുന്ന കാറ്റിനും മധുരമെങ്കിൽ മനുഷ്യനും മതവും ദൈവങ്ങളും ചേർന്ന് പങ്കുവച്ച മണ്ണിന് അറപ്പിന്റെ വെറുപ്പിന്റെ മണമെന്ന് ചങ്കുറപ്പോടെ പ്രഖ്യാപിച്ച വാക്കുകളുടെയും കൽപ്പനയുടെയും മാന്ത്രികൻ യശശരീരനായ വയലാർ രാമവർമ്മ 1956 കൂടപ്പിറപ്പ് എന്ന ചലച്ചിത്രത്തിന് പിന്നണി ഗാനം എഴുതി സിനിമാ രംഗത്ത് അരങ്ങേറ്റം. 250-ലേറെ ചിത്രങ്ങൾക്കായി 1300-ഓളം ചലച്ചിത്ര ഗാനങ്ങളും 150-ഓളം നാടക ഗാനങ്ങളും അദ്ദേഹത്തിന്റെ സംഭാവന. എത്ര കൊറ്റക്കുടകൾ യുഗങ്ങളിൽ കുത്തി നിർത്തിയ മുത്തണി കൂണുകൾ അക്കുളമ്പടി ഏറ്റേറ്റ് വീണുപോയി. അത്രയേറെ ഭരണകൂടങ്ങളും. ഇന്ന് തന്റേടിയാകുന്ന തൂലിക സ്വർണ്ണച്ചാമരം വീശി നിൽക്കുന്ന മനോഹരമായ മാറ്റം മലയാളി എത്ര ആസ്വദിച്ചു. ഇനി കൊല്ലത്തുകാരൻ നമ്മുടെ സാധനം അടിക്കും. ജയൻ ഒന്ന് പോടക്ക ആശാനെ. എന്താടാ കുടിപ്പിച്ച് കൊല്ലുവോ? ഒന്ന് പോടാ പടന്ന്. അല്ല ആരെങ്കിലും പിറകെ ഇരുന്നോണ്ടാ? പുറകെ വരാനാ? പുറകെ വന്നാൽ തന്നെ ബാലിനറിയാത്ത ഇടവഴികളുണ്ടാ? ആശാൻ മാസപ്പടി ഒന്നും മുടക്കിയിട്ടില്ല. മാസപ്പടി കൊടുക്കുന്നുണ്ട്. ദേ വന്നെ ഇടിയും കൊണ്ട് ചമ്പുനാറികള് മനുഷ്യനെ നാണം കെടുത്താനായിട്ട്. അവൻ കാരാട്ടക്കാരാണ് ബാലൻ ചേട്ടോ. കാരാട്ട കോപ്പ്. ആരണ്ടവൻ? ഓർക്കും വീട്ടിലെ കച്ചറാണ് പിജു. മാർക്കറ്റിലെ ഇറച്ചിയോട്ടാണ്. നാണം കെടുത്താനായിട്ട്
നിനക്കിടിക്കണാന്ന് ഇടിച്ചു പൊളിക്കണ പന്നീനെ. അടിപൊളി അടിപൊളി. നമസ്കാരം ചേട്ടാ, വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. ഒരുപാട് സന്തോഷമുണ്ട്, നല്ല രസമുണ്ടായിരുന്നു ഓരോ ഷാഡോ ഫിഗറുകൾ കാണാൻ വേണ്ടി. ഞാൻ ആദ്യം വിചാരിച്ചു ഞാൻ കാണിച്ചാലും മൃഗങ്ങളെ ആയിരിക്കും കാണിക്കാതെ, പക്ഷെ അല്ല, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ആ ലാസ്റ്റ് സൂര്യനായിരുന്നു ഞാൻ പ്രതീക്ഷിച്ച് നിന്നത്. അപ്പൊ ഞാൻ നോക്കുമ്പോ ചുരുണ്ട മുടി വെച്ച സൂര്യ. അപ്പോഴാണ് ദേവദൂതനെ പോലെ നമ്മുടെ രമേശ് ഏട്ടൻ എനിക്കത് കറക്റ്റ് ആയിട്ട് പറഞ്ഞത്. ഇല്ലാതെ ഞാൻ ഇപ്പോഴും ആ വാരണായിരത്തിലെ ചുരുണ്ട മുടിയുള്ള സൂര്യ ഏതാണെന്ന് നോക്കിയിരിക്കേണ്ടി വന്നേ. ഗംഭീരമായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. മാസ്റ്റേഴ്സ്, നിങ്ങളുടെയൊക്കെ അഭിപ്രായം കേൾക്കട്ടെ. ജനീഷ്, വളരെ നല്ല ഇന്നോവേറ്റീവ് ആയിട്ടുള്ളൊരു ചിന്തയാണിത്. ഈ ഷാഡോ ഉപയോഗിച്ചുകൊണ്ട് ജീവികളാകുന്നതും ആളുകളുടെ വലിപ്പം, അനാറ്റമിക്കലി അവരുടെ ശരീരത്തിന്റെ വലിപ്പ വ്യത്യാസം ഉണ്ടാക്കുന്നതും രണ്ടുപേരും മെർജാവുന്നതും പോകുന്നതും ഒക്കെ ആയിട്ടുള്ള പലതരത്തിലുള്ള ഷോസ് കണ്ടിട്ടുണ്ടെങ്കിലും ഒരു ഫിഗർ അതിനകത്തുകൂടെ കാണിക്കാന്ന് പറഞ്ഞ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഇപ്പം താൻ ചെയ്തതായിരിക്കും, ഉണ്ടായിരിക്കും, എനിക്കറിയില്ല. ഞാൻ കാണുന്നത്, സ്റ്റേജിൽ കാണുന്നത് നിങ്ങൾ ചെയ്യുന്നതാണ്. വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ചിന്തയാണ്, വളരെ നന്നായി. പിന്നെ എപ്പോഴും ഈ ചിന്തകൾ പിന്നെ ആൾക്കാർ കട്ടോണ്ട് പോകുന്നവൻ ഇതിൽ നന്നായിട്ട് കാണിക്കാനുള്ള ഓപ്ഷൻസ് തുടങ്ങും. അപ്പൊ ഈ ചിന്ത ഒരുപാട് ഡെവലപ്പ് ചെയ്യാവുന്ന ഒരു ഇനമാണ് നിങ്ങൾ കാണിച്ചത്. അത് നിങ്ങൾ തന്നെ എത്രയും പെട്ടെന്ന് അതിനെ ഡെവലപ്പ് ചെയ്ത് പൊക്കോണം. നിങ്ങൾ സുഭാഷ് ചന്ദ്രബോസ് വരുമ്പോ ഒരു ഫ്ലാഗ് ബാക്കിൽ പാറുന്നുണ്ടെങ്കിൽ ഒരു സപ്പോർട്ടോട് കൂടി ഒരു ആംബിയൻസും മൂഡും ഒക്കെ ഇതിൽ വച്ചാൽ ഇപ്പൊ മോശം എന്നല്ല, സജഷൻസ് പറയുകയാണ്, നല്ല രസമായിട്ട് വരും, ഗംഭീരമായിട്ട് വരും. അടുപ്പിച്ച് ഒരുപോലുള്ള സാധനങ്ങളെ ഒന്ന് ഷഫിൾ ചെയ്ത് വെച്ചിട്ടും അല്ലാതെയൊക്കെ ചെയ്താല് വളരെ ഗംഭീരമാകുന്ന ഒരു ഇനമാണ് കേട്ടോ. വളരെ സൂപ്പറായി, നല്ല ഇന്നോവേറ്റീവ് ഐഡിയ ആണ്, നന്നായി. എവിടെ വീട് എവിടെയാ? മരടില്ല, അവിടെ തന്നെയാ. ഫിഗർ ഷോയിലേക്ക് വന്നിട്ട് എത്ര നാളായി? ഒരുപാട് നാളുകളായി. ആണോ? ഇത് നമ്മൾ കണ്ടുപിടിച്ചാണോ അതോ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടില്ല? ഞാൻ തന്നെ കണ്ടുപിടിച്ചതാ. ആണോ? എനിക്കൊന്നും ഇതുവരെ വേറെ ചാനലിലൊന്നും ഞാനും കണ്ടിട്ടില്ല. ഞാൻ ചോദിക്കുന്നത്, ഈ നിഴലില് നമുക്ക് ഈ ഫിഗർ ഒക്കെ കിട്ടും എന്നുള്ളത് എങ്ങനെയാണ് ഇത് മനസ്സിലാക്കുന്നത്? ഞാൻ സൂര്യന്റെ നിഴലിലാണ് ഇത് ആദ്യം നോക്കിയത്. കാരണം പണ്ട് ഇപ്പൊ പറഞ്ഞ പോലെ ഫിംഗർ വെച്ചിട്ട് കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ. പിന്നെ നമ്മൾ അമ്പലപ്പറമ്പുകളിൽ പഴയ പോലത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് വെച്ച് ഫിഗർ എങ്ങനെ കൊണ്ടുവരാമെന്ന് ഞാൻ ഓർത്തായിരുന്നു. കാരണം ഫിഗർ ഷോന്റെ ഒരു ഇത് എപ്പോഴും സ്ഥിരമായിട്ടുണ്ടല്ലോ, അല്ല വ്യത്യസ്തത എങ്ങനെ കൊണ്ടുവരാൻ പറ്റുമെന്ന് നോക്കി അങ്ങനെ ഞാൻ നോക്കിയതാ. അപ്പൊ ഈ ഫിഗറുകളെല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. കിട്ടുന്നുണ്ട്. അതെന്തായാലും നല്ല ചെയ്തെല്ലാം വളരെ നന്നായിരുന്നു. പ്രത്യേകിച്ച് എടുത്തു പറയണം, തിലകൻ ചേട്ടന്റെ പെരുന്തച്ചനിലെ ആ ഒരു ഡയലോഗും അതിനകത്ത് ഒന്ന് കയറി വരുമ്പോ ഭയങ്കര ഒരു ഇമ്പാക്ട് ഉണ്ടായിരുന്നു. എല്ലാം നല്ല രസം ഉണ്ടായിരുന്നു. കുറച്ചുകൂടിയൊക്കെ ഇനിയും പ്രാക്ടീസ് ചെയ്ത് കൂടുതൽ സംഭവങ്ങൾ ഉടനെ തന്നെ കൊണ്ടുവരണം. തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ തന്നെ കാണണം. കാരണം നമ്മുടെ സ്റ്റേജിലൂടെ ഇതിപ്പോ ആദ്യമായിട്ട് കണ്ടുകൊണ്ട് വിചാരിച്ച് ചേട്ടൻ പറഞ്ഞ പോലെ ഇനിയിപ്പോ ആൾക്കാർ കൊത്തിക്കൊണ്ട് പോകും. അപ്പൊ ആ കൊത്തിക്കൊണ്ട് പോകുന്ന ചേട്ടൻ തന്നെ ആയിരിക്കണം ഇനി അങ്ങോട്ടേക്ക് എല്ലായിടത്തും കൊത്തിക്കൊണ്ട് പോകേണ്ടത്. അതുകൊണ്ടാണ് കാര്യങ്ങൾ പറഞ്ഞത്. ഒരാള് കാണിച്ചു കൊടുത്താൽ പിന്നെ അതിന്റെ പുറകെ പോകാൻ എളുപ്പമായിരിക്കും. അതിന് മേളിൽ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ആദ്യം ചെയ്തേക്കണം. നമ്മുടെ ഒരു ജുറാസിക് പാർക്കിന് മേളിൽ ഒരു ദിനോസർ പടം ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഫസ്റ്റ് പടം തന്നെ ഇനി ഇതിന്റെ മേളിൽ ഒരുത്തൻ ചെയ്യരുതെന്നുള്ള ഉദ്ദേശത്തിൽ ചെയ്യുമെന്ന് പറയുമല്ലോ. അങ്ങനെ അനാക്കോണ്ടയ്ക്ക് മേളിൽ പാമ്പോടില്ലല്ലോ. വന്നിട്ടുണ്ട് പലതും, എണ്ണം കൂട്ടിയിട്ടുണ്ട്. എന്നാലും അത് അവര് ചെയ്യുന്നത് അത്ര ഫിനിഷിങ്ങിലാ. അതുപോലെ നമ്മൾ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഏത് ചിന്തയും ഇതിന്റെ മേളിൽ ഒരുത്തിന് പിടിക്കാൻ പറ്റാത്ത രീതിയിൽ തീർത്തേക്കണം. ഇവിടെ മറ്റേ പെട്രോൾ പമ്പിലെ തീ കത്തിക്കുന്ന കണ്ടില്ലായിരുന്നത്? ഏതാ ആദ്യം അലീന ചെയ്തത്? അലീന തന്നെ കൊണ്ടുപോയി അത് സാധനം കൊണ്ടുപോയി. കാരണം 2-3 സംഭവം ദിനേശ് കണ്ടായിരുന്നു ഇവിടെ ചെയ്തത്. മരിച്ചൻ ആത്മഹത്യ ചെയ്തേ, ഈ പണി നിർത്തി പോയേനെ. ഞാനൊരു കുട്ടി ദിനോസറിനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ. പിന്നെ രമേശേട്ടൻ പറഞ്ഞേക്കുന്ന ചേട്ടൻ ആദ്യമേ തന്നെ ഒരു വലിയ ദിനോസറിനെ അങ്ങ് ഇട്ട് ബാക്കിയുള്ള കൊന്നോളോ എന്നുള്ള രീതിയിലാണ്. വീട്ടിലായിരിക്കാണല്ലോ ചേട്ടന്റെ? അച്ഛൻ, അമ്മ, അനിയൻ, ഭാര്യ, 3 കുട്ടികൾ. അടിപൊളി. അപ്പൊ ഇനിയും ഒരുപാട് ഷോകൾ നമുക്ക് കാണാൻ പറ്റട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. ഞാൻ പിഷാരച്ചേട്ടനോട് ആദ്യം ചോദിക്കാം, എങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ കൊണ്ടുവന്ന ആള്? ഇയാളാണോ? ഇയാളെ പറ്റിയാണല്ലോ ഞാൻ പറഞ്ഞത്. സൂപ്പർ ആളാണ് നീ കൊണ്ടുവന്നത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആര് വന്നാലും എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് അവളാണ് കൊണ്ടുവരുന്നത്. അതിന്റെ ഉത്തരവാദിത്തം കസ്റ്റമർ സർവീസ് കറക്റ്റ് ആയിരിക്കും. വണ്ടി സർവീസ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ച കഴിയുമ്പോൾ വിളിച്ചിട്ട് സാറ് തൃപ്തി ഉണ്ടോ എന്ന് ചോദിച്ചു. അതുപോലെ ഇവള് കൊണ്ടുവന്നാൽ ഇവളത് ചോദിച്ചിരിക്കും എങ്ങനെ ഉണ്ടെന്ന്. മോളെ നല്ല സർവീസ് ആയിരുന്നു. 4 സ്റ്റാറും കൊടുത്തിട്ടുണ്ട് പുള്ളിക്ക്. ഇനി ഷർട്ടും കൂടെ കൊടുത്താൽ സന്തോഷം. അപ്പൊ അതങ്ങ് കൊടുത്തേ. ലണ്ടൻ ക്ലാസിക് നൽകുന്ന ആ ഒരു സമ്മാനം കൂടെ നമുക്ക് കൊടുക്കാം. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സോ മച്ച്.
ഇനിയും ഒരുപാട് ഫിഗറുകളായിട്ട് വരണം. രമേശ് ചേട്ടാ ഇതുവരെ എല്ലാം ഓക്കെ അല്ലേ? എപ്പിസോഡൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ടല്ലോ? നല്ല രസമല്ലേ? ഒരു ചെറിയ സർപ്രൈസ് ഉണ്ട്. രമേശ് ചേട്ടനെ കാണാൻ ഒരാൾ വരുന്നുണ്ട്. ആരാണത്? കൂടെ പഠിച്ചാണോ? അതെനിക്ക് അറിയത്തില്ല. എന്നോട് ആദ്യമേ പറഞ്ഞു. ഉണ്ടാവോ? കഥയൊന്നുമില്ലെന്ന് തോന്നുന്നു. എത്തി എന്റെ പൊന്നടാവേ ഇങ്ങോട്ടൊന്ന് കേറി വരണേ. പണ്ടത്തെ ജോസ് പ്രകാശിന്റെ പടം പോലെയാ. ഒരറയെന്ന് അടുത്ത അറയിലേക്ക് ഇങ്ങനെ ഓക്കെ. ശരി ശരി. ഹലോ, നമസ്കാരം. വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. ഞാൻ ഓനാച്ചൻ ഫ്രം കൂത്താട്ടുകുളം. അയ്യോ, എന്നതാ? കൂത്താട്ടുകുളം ഓനാച്ചൻ. ഓനാച്ചൻ. അതെ ആ, ശരി. നിങ്ങളൊക്കെ ഇങ്ങനെ നേരിട്ട് കാണാൻ വേണ്ടി വന്ന. മനസ്സിലായി. അതെ, പക്കൂർ സാറേ നമസ്കാരം. ഞാൻ സാറിന് ഭയങ്കര ഒരു ആരാധകനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ശരി സാർ, നമസ്കാരം. നമസ്കാരം സാർ. ഓനാച്ചൻ ചേട്ടൻ കൂത്താട്ടുകുളം. കൂത്താട്ടുകുളത്ത് എവിടെയാ? കൂത്താളത്ത് നമ്മുടെ മാറാടി എന്ന് പറഞ്ഞു, തിരുമാറാടി. അനിയറിയാം, തിരുമാറാടി. അവിടെയാ എന്റെ വീട്. അപ്പൊ എന്റെ ഭാര്യക്ക് ഇദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ആരാധനയാണ്. എന്ത് കണ്ടിട്ടാ ഇതിന് മാത്രം ആരാധിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇദ്ദേഹം ഈ മൊബൈലില് ഫേസ്ബുക്കില് ഫോട്ടോ ഇട്ടിട്ട് ഓരോ ക്യാപ്ഷൻ. അതെ, ക്യാപ്ഷൻ ഇടും. അപ്പൊ ആ ക്യാപ്ഷൻ കണ്ടു കഴിഞ്ഞിട്ട് ഇവളൊണ്ടങ്ങ് വിസ്മയിക്കുക. ഞാൻ പറഞ്ഞത് ഇദ്ദേഹത്തിന്റെ ബുദ്ധിയൊന്നും അല്ലടി, ഞാൻ അതിനുള്ള വലിയ ബുദ്ധിയൊന്നും ഇല്ല, നമ്മളെ പോലെ ഒരു സാധാരണക്കാരനാണ്. പക്ഷെ അയാൾ എഴുതുന്ന വാക്കുകൾക്ക് ഭയങ്കര എന്തോ ഒരു പവർ ഉണ്ടെന്നാ പറയുന്നത്. സാധാരണക്കാർക്ക് ബുദ്ധി ഇല്ലാതാവണം നിർബന്ധമില്ലല്ലോ. സാധാരണക്കാർക്ക് ബുദ്ധി ഇല്ലാതാവണമെന്ന് നിർബന്ധമില്ലല്ലോ. അല്ല, ഞാൻ സാധാരണക്കാരാണല്ലോ. ഇപ്പൊ എന്നെ ഒന്ന് മാനിക്കാൻ, എന്റെ ഭാര്യക്ക് എന്നെ ഒന്ന് മാനിക്കാൻ മേലെ. എന്റെ അഭിപ്രായത്തില് പിഷാരടി കാശ് കൊടുത്ത് ചെയ്യുന്ന പണിയാണ്. അല്ല സാർ, സാധാരണക്കാരൻ ചിന്തിക്കാനില്ല അപ്പുറമുള്ള സംഭവം. ചേട്ടാ അങ്ങനെയല്ല, എനിക്കത് തന്നെ കിട്ടുന്നതാണ്. തന്നെ കിട്ടുന്നതാണോ? അപ്പൊ കിട്ടുവിടും. എങ്ങനെയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഇട്ടേക്കുന്ന, നിങ്ങൾ കൂടെ വിലയിരുത്താൻ ജഡ്ജ്മെന്റ് നിങ്ങളുടെ. ഞാൻ ഈ മൊബൈലിൽ കുറച്ച് ഫോട്ടോസ് എടുത്ത് വെച്ചിട്ടുണ്ട്, ഈ മഹാൻ എഴുതി വെച്ച വാക്കുകൾ. ഇത് ഇപ്പൊ അത്രയൊന്നും എഴുതാറില്ല കേട്ടോ, വല്ലതും പഴയതൊക്കെ ആയിരിക്കും നിങ്ങൾ കൊണ്ടുവന്നത്. ഇപ്പൊ എല്ലാരും ഇത് തുടങ്ങിയപ്പോ ഞാൻ ചെറുതായിട്ട് ചവിട്ടി തുടങ്ങിയോ? അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ കാശ് കൊടുക്കുന്നില്ല, മറ്റേ എഴുതുന്ന ആൾക്കാർക്ക് കാശ് കൊടുക്കുന്നു. അത് മാത്രല്ല, നമ്മൾ ഇടുവല്ലോ, നമ്മൾ ഇതില് വലിയ ഇതൊന്നുമില്ല, ചുമ്മാ ഇട്ടു. പിന്നെ ഇത് എന്തോ അവകാശം പോലെയെന്ന് ചില ദിവസം അതിന്റെ താഴെ ചേട്ടാ ക്യാപ്ഷൻ എത്ര പോരെന്നൊക്കെ ഇതിന് ജഡ്ജ് ചെയ്യാൻ തുടങ്ങിയ ആൾക്കാര്. അപ്പൊ എനിക്ക് അതിന്റെ ഉത്തരവാദിത്വം ഇല്ലല്ലോ. സാറേ, ഇതിന്റെ വിഷയം എന്താ വെച്ചാൽ സാറ് ഈ ക്യാപ്ഷൻ എഴുതുന്ന ആൾക്കാർക്ക് പൈസ കൃത്യമായിട്ട് കൊടുക്കണം. ശരി, നോക്കട്ടെ. ചേട്ടന്റെ തെളിവ് എന്നാന്നുള്ളത് നോക്കട്ടെ. മരമോന്ത. നല്ല ക്യാപ്ഷൻ, നല്ല സാധനം. മരമോന്ത. ഇത്രയും നല്ല മുഖത്തെ എങ്ങനെ മരമോന്താന്ന് എഴുതും? ഞാനാണെങ്കിൽ എഴുതുന്ന എന്നാന്നറിയോ? മരത്തിന്റെ തുളയിലിടയിൽ സുന്ദരമുഖം. മരത്തിന്റെ തുളയുടെ ഇടയിൽ സുന്ദരമുഖം. നല്ലതല്ലേ? അത് തന്നെയാണ് എഴുതിയേക്കുന്നത്, പക്ഷെ അത്ര വാക്കുകൾ വേണ്ട. മരമോന്താന്ന് പറഞ്ഞ നിങ്ങളുടെ മുഖം മരമോന്തയാണോ? അല്ല, മരത്തിനകത്തൂടെ അല്ലേ കാണുന്നത്. ഇതാ മൂന്നാർ പോണ വഴിക്കുള്ള ഒരു മരമാണ്. ഒരു 5-6 കൊല്ലം മുമ്പുള്ള ഫോട്ടോയാണ്. ഇതൊക്കെയാ പറഞ്ഞ എന്റെ ഭാര്യക്ക് വെളിവില്ലെന്ന്. ബോധമുള്ളവർ വലിയൊരു ഇങ്ങനെ എഴുതും. വേറെ ഉണ്ട്, വേറെ കാണിക്കും, നോക്കട്ടെ എന്നാന്ന്. ഫോട്ടോ ഇരയും തീരവും താരവും. ഞാനാണ് എഴുതുന്നത് സൂപ്പർ സ്റ്റാർ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഒപ്പം. എന്ത് നല്ല ക്യാപ്ഷൻ. ഇതെന്താ വീരമല്ലോളം വല്ലതും ചെയ്യും? ഇരയും തീരവും താരവും എല്ലാം ഉണ്ട്. ശരിയാണ്, എല്ലാം ഉണ്ടല്ലോ, കറക്റ്റ് അല്ലേ? അവിടെ തീരമുണ്ട്, തീരമുണ്ട്, താരമുണ്ട്, എല്ലാം ഉണ്ട്. ഒരു റൈമിംഗ് ആണത്. അതെന്നെ അങ്ങനെ ഇടാനുള്ള കാരണം എന്നാ? അല്ല, അത് എടുത്തപ്പോ ദുബായിലാണത്. ദുബായില് അദ്ദേഹം തന്നെ ഫോട്ടോ എടുത്ത് തന്നു. അത് കഴിഞ്ഞപ്പം പെട്ടെന്നൊന്നും അതിന് ഇത് എന്താ കാരണമില്ല, വരികയാണ് തിരയും തീരവും താരവും. നല്ലൊരു റൈമിംഗ് ഉണ്ട്, ഒരു പ്രാസം ഉണ്ട്. പക്ഷെ മമ്മൂക്കാക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. സനകന്റെ മുഖം നോക്കി ഇരിക്കുന്നുണ്ട്. അല്ല, ഇത് എടുത്തു കഴിഞ്ഞിട്ടാ ക്യാപ്ഷൻ ഇട്ടത്, അതുകൊണ്ട് പിന്നീട് എക്സ്പ്രഷൻ മാറ്റാൻ പറ്റൂലല്ലോ. അതെടുത്ത ഫോട്ടോയാ. ഇനിയുണ്ടോ ഫോട്ടോ തെളിവായിട്ട്? അടുത്ത് വേറെ അടുത്ത് തന്നെ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നു ഞാൻ. അത് മുഴുവൻ കാട്ടയല്ലേ, കണ്ടോ? ആ പ്രദേശം മുഴുവൻ കാട്ട വെച്ചേക്കിയ. ഞാനാണ് എഴുതുന്നത്. എന്താണെന്നറിയോ? എന്റെ വീടാണിത്. എന്റെ വീട് എങ്ങനെയുണ്ട്, എന്ത് ലൈക്ക് വീഴും. ഇത് കട്ടയ്ക്ക് കൂടെ ഒരു ലോജിക്കും ഇല്ല. അല്ല, പക്ഷെ ലോജിക് എന്ന് വെച്ചാൽ കട്ടയാണല്ലോ കൂടെ ഉള്ളത്. കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നത്. പിന്നെ ഇദ്ദേഹത്തെ ആ കോൺക്രീറ്റ് ഇട്ട് വാർത്ത അങ്ങനെ ഫുൾ ടൈം നിന്നാ അത് ഇത് ക്രിയേറ്റിവിറ്റി. ഇപ്പൊ നമ്മളിപ്പോ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നു. നമ്മളിത് കാണുമ്പോഴേ ആൾക്കാർക്ക് ഒരു ജസ്റ്റ് ഒരു ചിരി വരണമെന്ന് മാത്രം ആഗ്രഹിച്ചിടുന്ന കാര്യം. ഇതിനകത്ത് വലിയ ആലോചനകളോ കാര്യങ്ങളോ അങ്ങനൊന്നും ഇല്ല. ഒരു ചിരി വരിക, ഒരു അധികം നീളം ഇല്ലാതിരിക്കുക, ഒരു വാക്ക് 2 വാക്ക് 4 വാരി. കുട്ടി നിക്കറിട്ട് നിൽക്കുന്ന ഞാനൊന്നുണ്ടായിരുന്നെ കുറച്ചുകൂടെ നല്ലതായിരുന്നു. അങ്ങനെ എഴുതായിരുന്നു. അങ്ങനെ എഴുതായിരുന്നു. എനിക്കറിയത്തില്ല എന്റെ ഭാര്യ എന്നാ കണ്ടിട്ടാണ് ഇതിനൊക്കെ ഇത്ര ലൈക്ക് അടിക്കുന്നത്, ഇത്ര ആരാധനയോടെ ഇദ്ദേഹത്തെ കാണുന്നതെന്ന്. വേറെ ഉണ്ട്. ഇനിയുണ്ടോ? അടുത്ത എന്നാ കാണട്ടെ. ഇതിന് പറ. എന്താ ഒരു താല്പര്യം ഇല്ലാതെ ഇദ്ദേഹം അവിടെ നിൽക്കുന്നു, കൂടെ നിൽക്കുന്ന ആള് വേറെ ഏതോ എപ്പിസോഡിന്റെ ഫോട്ടോ ആണ്. അത് നമുക്ക് കിട്ടാൻ വലിയ പാടാണ്. എന്നാലും
എന്നാലും വിട്ടുകൊടുക്കരുത്. മമ്മൂക്കയെ വിളിക്കണം. വേണ്ട, ഒന്നും വേണ്ട, ഇപ്പൊ തന്നെ നമുക്ക് പറയാൻ പറ്റും. പറ. അമ്മ ജനറൽ ബോഡി മീറ്റിംഗ്. എന്നത് അമ്മ ജനറൽ ബോഡി മീറ്റിംഗ്. കണ്ടോ, ഒരു ബന്ധമില്ലാത്ത കാര്യമല്ല ഇദ്ദേഹം. അവൻ അമ്മയായിട്ടാണല്ലോ ഇരിക്കുന്നത്. അമ്മയാണ് ഇരിക്കുന്നത്. എന്തോ ആയിട്ട് പിടിച്ചു വെച്ചിട്ട് മീറ്റിംഗിന് ഇരുത്തിയൊക്കെയാണ്. നല്ല ബോഡിയുള്ള വ്യക്തിയാണ് അടുത്തിരിക്കുന്നത്. പഴയ ഒരു എപ്പിസോഡാണ്. വാലന്റൈൻസ് ഡേക്ക് മോന്റെ കാമുകി കൊടുത്ത ഗിഫ്റ്റ് അമ്മ പിടിച്ചതായിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു. ഓ, ഇതൊക്കെ തപ്പിയെടുത്തോണ്ട് വന്നല്ലോ ഓനാച്ചൻ ചേട്ടാ. എന്റെ സാറേ, നിങ്ങൾ സംസാരിച്ച് നേടിയെടുക്കാൻ കഴിവുള്ള ആളാന്ന് എനിക്കറിയാം. ഇനി വേറെ രണ്ടുപേരും കൂടെ നിൽക്കുമെന്നും അറിയാം. അങ്ങനെ പറയാം. പക്ഷെ ഞാൻ ഞാൻ തോക്കത്തില്ല. ഇതാണ്ട് അടുത്ത സാധനം ഉണ്ട്. ഇനിയുണ്ടോ? പിന്നെ ഇതിനെങ്കിലും എനിക്കൊരു നീതി കിട്ടുമല്ലോ അറിയട്ടെ. ഇതിന് പറ, ഇത് തോറ്റു തൊപ്പിയിടും. അതാരത്? പ്രശസ്ത TV ചലച്ചിത്ര താരം എലീന പഠിക്കൻ. മുല്ല പോകുമ്പടി ഏറ്റുകിടക്കും കല്ലിന് മുണ്ടൊരു സൗന്ദര്യം. സൗന്ദര്യം അല്ലെങ്കിൽ ജാസ്മിനോടൊപ്പം എലീനെ പഠിക്കാൻ. അത് ഇപ്പൊ ഭയങ്കര കോൺട്രവേഴ്സി, ഭയങ്കര റെലവൻസ് ആയിട്ട് നിൽക്കാൻ പറ്റും. ഞാനാണ് ഇതിനിടുന്ന പേരെന്നറിയോ? ആദ്യരാത്രിക്ക് മുമ്പ്. അതിനാ നല്ല പേരല്ലേ? ആദ്യരാത്രിക്ക് മുമ്പ്. ശരിയാ. നിങ്ങൾ ഇവരെ സപ്പോർട്ട് ചെയ്യണോ? അത്യാവശ്യം നല്ലതായിരുന്നു. സിനിമാതാരമല്ലേ? ഇനി വേണം നിങ്ങൾക്ക്, ഇനി നിങ്ങൾ പുള്ളിയെ സപ്പോർട്ട് ചെയ്തേക്കല്ലേ കേട്ടോ. ഈ സാധനം കൂടെ കണ്ടു. ഇനിയോ? രാജ, കിങ് രാജ. രാജാക്ക് ഒരു സാധനം ഇട്ടുകൊടു. ഞാനിരുന്ന് വരെ കിങ് രാജ. വലിയ ഫാൻ ബേസ് ഉള്ള മനുഷ്യനാ. അടിപൊളി. അത് ഹെലികോപ്റ്ററിന്റെ ഫാൻ കണ്ടിട്ട് പറഞ്ഞല്ലേ? അത് തന്നെ, അതിന്റെ ബേസിലാണ് പുള്ളി നിൽക്കുന്നത്. വലിയ ഫാൻ ബേസ് ഉള്ള മനുഷ്യനാ. ക്രിയേറ്റിവിറ്റി. ഇനിയിപ്പൊ ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്നറിയോ? കുറച്ചു നേരം ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ട് ഒന്ന് ചിന്തിച്ചിട്ട് വേണം ക്യാപ്ഷൻ. ഒന്ന് നല്ലതായിരിക്കും അല്ലേ? കൈ നിട്ട് വല്ലതും ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ല. വേണം ഇപ്പൊ ഒരു അവസരം തരാം, കൈ നിട്ട് പറയാൻ. കൈ നിട്ട് പറയാൻ ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. കൈ നിട്ട് എന്തെങ്കിലും കൈ നിട്ട് പറയാനുള്ളത് ഈ ഒരു ദിവസം എന്റെ ഓർമ്മയിൽ എന്നും സൂക്ഷിക്കും. അടിപൊളി. പൊക്കോട്ടെ ചാച്ചാ. ഓക്കെ മോളെ, കാണാട്ടോ. ഓനാച്ചൻ കൂത്താട്ടുകുളം. ഓനാച്ചൻ കൂത്താട്ടുകുളം മറക്കില്ല. ബൈ ബൈ. ക്യാപ്റ്റൻ കിങ്. നിന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കച്ചക്കര്. പൂവലെടുത്ത് ചെവിയിലിട്ട് ഇളക്കം ഞാൻ മതി. നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? ഓൾറൈറ്റ്. അപ്പൊ എന്തായാലും കോമഡി മാസ്റ്റേഴ്സ് ഇന്നത് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ദിവസം കാണാം. ബൈ.